കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ശക്തി, പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു. ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു. ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. ഈ ജനത്തിന്റെ ഇടയിൽ ദൈവാത്മാവ് വരുമ്പോൾ തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം ശക്തി പ്രാപിക്കുന്നു. വരണ്ടു പറ്റിയ ഹൃദയത്തിൽ പുതുജീവൻ നിറയുന്നു. ഒരു കൊളുത്തന്നലായി എന്നകതാരിൽ പുതുജീവൻ തരും ദൈവ സാന്നിധ്യമേ. റുഹായേ നീ കാറ്റായി വാ, റുഹായേ പിതാവായി വാ, റുഹായേ വെണ്രാവായി വാ, റുഹായിന്നിൽ നീ കൃപയായി വാ, റുഹായേ നീ കാറ്റായി വാ, റുഹായേ പിതാവായി വാ, റുഹായേ വെണ്രാവായി വാ, റുഹായിന്നിൽ നീ നിറവായി വാ. എല്ലാ നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. എല്ലാ നിയോഗങ്ങളുടെ മേലും ദൈവത്തിന്റെ അത്ഭുതകരമായ ദൈവിക സാന്നിധ്യം, ദൈവിക ശക്തി വ്യാപരിക്കപ്പെടുവാൻ നമുക്ക് ദൈവസ്ഥാനത്തിൽ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം സ്വർഗത്തിലേക്ക് നമ്മൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ ആഗ്രഹങ്ങളുടെ മേലും, എല്ലാ രോഗങ്ങളുടെ മേലും, എല്ലാ തകർച്ചകളുടെ മേലും, ഇല്ലായ്മകളുടെ മേലും കർത്താവ് തന്റെ സാന്നിധ്യവും ശക്തിയും നമ്മളിലേക്ക് നൽകുന്ന സമയമാണ്. ഈ വലിയ ദൈവാനുഗ്രഹത്തിന്റെ നിമിഷങ്ങളാണ്. നമുക്ക് കരങ്ങളൊന്ന് ഉയർത്തി എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ക്ഷീണവും തളർച്ചയെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകാൻ ആത്മധൈര്യത്തിന്റെ ആത്മാവായ ശക്തി പ്രദാനം ചെയ്യുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമേർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. സ്വരമേറട്ടെ, സ്വരമേറട്ടെ. ഉയർത്തി സ്തുതിച്ചേ. 10 പേര് കേൾക്കുന്ന ശബ്ദത്തില് സ്വരമേർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? എല്ലാവരും ചേർന്ന് വിളിക്കാമോ? ഉച്ചസ്വരത്തിൽ വിളിക്കാമോ? സർവശക്തിയോട് വിളിക്കാമോ? കരങ്ങളടിച്ച് പാടാം. ആദിയിലെ പോൽ പരിശുദ്ധാത്മാവാഗതനാകുന്നു. ഉള്ളിൽ തിങ്ങും തിന്മകളെല്ലാം ചാമ്പലാകുന്നു. ആദിയിലെ പോൽ പരിശുദ്ധാത്മാവാഗതനാകുന്നു. ഉള്ളിൽ തിങ്ങും തിന്മകളെല്ലാം ചാമ്പലാകുന്നു. സ്തുതിപ്പിന്റെ വരവിൻ തന്നിൽ നിറഞ്ഞു കവിയുന്നു. പാപാന്തകാരമെല്ലാം നീങ്ങിപ്പോകുന്നു. സഹിയോന്റെ മട്ടുപാവിൽ അഗ്നിതനാവുകളായി ആഗതനായൊരാ പരിശുദ്ധാത്മാവേ. സഹിയോന്റെ മട്ടുപാവിൽ അഗ്നിതനാവുകളായി ആഗതനായൊരാ പരിശുദ്ധാത്മാവേ. റുഹായേ നീ കാറ്റായി വാ, റുഹായേ പിതാവായി വാ, റുഹായേ വെണ്രാവായി വാ, റുഹായേ നീ നിറവായി വാ, റുഹായേ നീ കാറ്റായി വാ, റുഹായേ പിതാവായി വാ, റുഹായേ വെണ്രാവായി വാ, റുഹായിന്നിൽ നീ കൃപയായി വാ. ശക്തിയോടെ, വലിയ അഭിഷേകത്തോടെ, വലിയ കർത്താവിന്റെ വലിയ നിറവില് ദൈവമായ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. അത്ഭുത ശക്തി വ്യാപരിക്കപ്പെടട്ടെ. ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്ക് കടന്നു വരട്ടെ. നമ്മുടെ രോഗങ്ങളുടെ മേല്, നമ്മുടെ ഇല്ലായ്മയുടെ മേല്,
നമ്മുടെ തകർച്ചകളുടെ മേല്, നമ്മുടെ ദാരിദ്ര്യത്തിന്റെ മേല്, പട്ടിണിയുടെ മേല് കർത്താവിന്റെ സാന്നിധ്യവും ശക്തിയും പ്രകടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കടബാധ്യതയുടെ മേല് ദൈവത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? രക്ഷകനായ ദൈവത്തെ വിളിക്കാമോ? ഉച്ചിതനായ യേശുവിനെ വിളിക്കാമോ? പാപപരിഹാര ബലി അർപ്പിച്ച യേശുവിനെ വിളിക്കാമോ? പാപകരമായ അവസ്ഥയിൽ നമ്മുടെ ശരീരത്തെ വീണ്ടെടുത്ത് മിശിഹായെ വിളിക്കാമോ? പുനരുത്ഥാനവും ജീവനുമായ മിശിഹായെ വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? എല്ലാവരും ചേർന്ന് വിളിക്കാമോ? ഉച്ചസ്വരത്തിൽ വിളിക്കാമോ? സർവശക്തിയോടെ വിളിക്കാമോ? ചേർന്ന് പാടാം. ഭയന്ന് വിറച്ച സ്ത്രീഹന്മാരെ ശക്തനാക്കിയവൻ, ലോകം മുഴുവൻ സാക്ഷ്യം നൽകാൻ കൃപയും നീങ്ങിയപ്പോൾ. ഭയന്ന് വിറച്ച സ്ത്രീഹന്മാരെ ശക്തനാക്കിയവൻ, ലോകം മുഴുവൻ സാക്ഷ്യം നൽകാൻ കൃപയും നീങ്ങിയപ്പോൾ. എന്നിലെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ, ബലദാന വരങ്ങളാലെ ശോഭിതമാക്കണമേ. ഓരോ മാമലമേലെ ഉൾപ്പടർപ്പിന്റെ ഉള്ളിൽ എരിയുന്ന തീക്കനലായി കത്തിജ്വലിച്ചവനേ. ഓരോ മാമലമേലെ ഉൾപ്പടർപ്പിന്റെ ഉള്ളിൽ എരിയുന്ന തീക്കനലായി കത്തിജ്വലിച്ചവനേ. ൂഹായേ നീ കാറ്റായി വാ, ൂഹായേ നീ നാവായി വാ, ൂഹായേ വെണ്ണാവായി വാ, ൂഹായിന്നിൽ നീ നിറവായി വാ, ൂഹായേ നീ കാറ്റായി വാ, ൂഹായേ നീ നാവായി വാ, ൂഹായേ വെണ്ണാവായി വാ, ൂഹായിന്നിൽ നീ കൃപയായി 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 വാ. സമൂഹത്തിന്റെ മേൽ പറയണമേ, ഓരോ മകന്റെയും മകളുടെ മേൽ, ജീവിതങ്ങളുടെ മേൽ കർത്താവിന്റെ ആത്മാവിന്റെ ശക്തി ഇപ്പോൾ വെളിപ്പെടട്ടെ എന്ന് ദാസർ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അരൂപിയാൽ നിറയപ്പെടട്ടെ, ദൈവാരൂപിയാൽ നിറയപ്പെടട്ടെ, ദൈവ സാന്നിധ്യത്താൽ നിറയപ്പെടട്ടെ, ദൈവമഹത്വത്താൽ നിറയപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഓരോ നിയോഗത്തിന്റെ മേലും, ഓരോ ആവശ്യങ്ങളുടെ മേല്, ഓരോ ആഗ്രഹങ്ങളുടെ മേല്, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മേല് അവിടുത്തെ മഹത്വം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരഹൃദയത്തോട് ചേർത്ത് വെക്കാം. ഏതെങ്കിലും തരത്തിലുള്ള മലിനതകൾ നമ്മുടെ ഹൃദയതലങ്ങളിൽ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ, വെറുപ്പോ വൈരാഗ്യമോ വിദ്വേഷമോ പകയോ ചതിയോ വഞ്ചനയോ ഏതെങ്കിലും തരത്തിൽ ലഹരി പദാർത്ഥങ്ങളുടെ ആസക്തികൾ, ജഡികമായ ആസക്തികൾ ഏതെങ്കിലും നമ്മുടെ ഹൃദയതലത്തെ ഭരണം നടത്തുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായിട്ട് ഇപ്പോൾ ഇടപെടുന്ന സമയമാണ്. കർത്താവിൻ്റെ തിരിച്ചവരുടെ സാന്നിധ്യം വെളിപ്പെടുന്ന സമയമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച്, കർത്താവേ എന്നെ പരിശുദ്ധനാക്കണമേ, അവിടുത്തെ പരിശുദ്ധി എനിക്ക് തരണേ എന്ന് ഈശോയോട് പ്രാർത്ഥിച്ചേ. ദൈവത്തിൻ്റെ പരിശുദ്ധി, ആ പരിശുദ്ധിയിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ പരിശുദ്ധിയിലേക്കാണ് നമ്മളെ ചെന്ന് നിൽക്കുന്നത്, എത്തിച്ചേർന്നിരിക്കുന്ന പരിശുദ്ധിയിലേക്ക്. പരിശുദ്ധ കുർബാന, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ പരിശുദ്ധി, തൻ്റെ ദൈവജനത്തിന് ദൈവത്തിൻ്റെ സൗഖ്യം, ദൈവത്തിൻ്റെ സമാധാനം ഇവയെല്ലാം തരാനായിട്ട് യേശു പരിശുദ്ധ കുർബാനയായിട്ട് മാറി. ആ സാന്നിധ്യം, ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തു, മുറിവേറ്റ യേശു, കർത്താവിൻ്റെ തിരുമുറിവുകൾ, ഇതെല്ലാം നമ്മളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞു. പഞ്ചക്ഷതങ്ങൾ, 5 മുറിവുകൾ, തിരുമുറിവുകൾ നമ്മുടെ ശരീരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. യേശു നമ്മുടെ ശരീരത്തിലാണുള്ളത്. യേശു വേറെ എങ്ങുമില്ല, എന്നിലുണ്ട് യേശു. പുറമേയുള്ള എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാൻ യേശു എൻ്റെ ഉള്ളിലുണ്ട്. വചനം പറയുന്നു, ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ ശക്തനാണ്. യേശു എൻ്റെ ഉള്ളിലുണ്ട്. ആ ഒരു വലിയ വിശ്വാസം, ആ വലിയ ഒരു തീക്ഷ്ണത പൗലോസ് അപ്പോസ്തലനെ പോലെ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 10-ാം അധ്യായത്തിലൂടെ അവിടെ നമ്മൾ പറയുന്നുണ്ട്.
തിരുവചനങ്ങൾ കടന്നു പോവുകയാണ്. ഈശോയോട് പ്രാർത്ഥിച്ച്, ഈശോയെ വചനത്തിൻ്റെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു തന്ന വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ പൗലോസിൽ നിറഞ്ഞ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും തിരുച്ചോരയുടെ സാന്നിധ്യവും തിരുച്ചോരയുടെ ശക്തിയും കർത്താവായ യേശു ഉദ്ധിതനായ യേശുവിൻ്റെ സാന്നിധ്യവും ഉദ്ധിതനായ യേശുവിൻ്റെ ശക്തിയും എൻ്റെ ശരീരത്തിൽ ഉച്ചി മുതൽ ഉള്ളംകാല് വരെയുള്ള എല്ലാ അവയവങ്ങളുടെ മേലും വ്യാപരിക്കപ്പെടട്ടെ എന്ന് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. രോഗങ്ങളുടെ മേൽ കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കപ്പെടുന്ന സമയമാണ്. ബലഹീനതകളുടെ മേൽ, കുറവുകളുടെ മേൽ, രോഗങ്ങളുടെ മേൽ കർത്താവിൻ്റെ അത്ഭുതകരമായ ദൈവിക ശക്തി വെളിപ്പെടുന്ന സമയം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, കർത്താവ് ഇന്ന കോശങ്ങളിൽ ഇന്ന അവയവങ്ങളിൽ ചില രോഗപീഠകൾ എന്നെ അസ്വസ്ഥപ്പെടുന്നുണ്ട്, കാലിൽ ശക്തമായ വേദനയുണ്ടോ, ഉപ്പറ്റിയിൽ ശക്തമായ വേദനയുണ്ട്, പാദങ്ങളുടെ അടിയിൽ ശക്തമായ വേദന, പുകച്ചിൽ, നിരവധിയായ പ്രശ്നങ്ങളുണ്ട് ശരീരത്തിൽ. കർത്താവ് ഇവയുടെ മേലെല്ലാം കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ച്, ഏതെങ്കിലും അസ്ഥികളിലോ ഏതെങ്കിലും അവയവങ്ങളിലോ കർത്താവിൻ്റെ ശക്തി വെളിപ്പെടാനുണ്ടോ അവിടെയെല്ലാം കർത്താവിൻ്റെ കർത്തൃശക്തി വെളിപ്പെടുന്ന സമയമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച്, ഈശോ ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ കർത്താവിൻ്റെ പരിശുദ്ധ രക്തം നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ച്, ഈശോ എൻ്റെ ഉള്ളിലുണ്ട്. ഈശോയുടെ തിരുഹൃദയം തുറന്നു കിടക്കുക. ആ തിരുഹൃദയത്തിലെ രക്തം എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുമ്പോൾ ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ കർത്താവിൻ്റെ രക്തം കൊണ്ട് നിറയപ്പെടുക. ഉദ്ധിതനായ യേശു എൻ്റെ ഉള്ളിലുണ്ട്. അവൻ്റെ തിരുമുറിവുകൾ മുഴുവൻ തുറന്നു കിടക്കുകയാണ്. മുറിവുകളെല്ലാം തുറന്നു കിടക്കുകയാണ്. ആ തിരുമുറിവുകളിലൂടെ ഒഴുകുന്ന തിരുരക്തം എൻ്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും വ്യാപരിച്ച് ആ കോശങ്ങളിലുള്ള ബലഹീനത, കുറവുകള്, എൻ്റെ ഹൃദയതലങ്ങളിലുള്ള കുറവുകള്, രോഗാവസ്ഥകള്, ഇവയുടെ മേലെല്ലാം കർത്താവിൻ്റെ അത്ഭുതകരമായ ദൈവിക ശക്തി വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെ വലതു ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന യേശു എന്നിലുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ സൗഖ്യദാതാവായ ദൈവം എൻ്റെ ഉള്ളിലുണ്ട്, എന്നോട് പറ്റിച്ചേർന്നിരിക്കുന്നുണ്ട്, എൻ്റെ ഒപ്പമുണ്ട്, എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്നെ സുഖപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ബലഹീനതകളിൽ നിന്ന് എനിക്ക് വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, യേശുവിൻ്റെ ജീവൻ എല്ലാ മേഖലയിലേക്കും വ്യാപരിക്കപ്പെടട്ടെ. ഷുഗർ രോഗങ്ങളിലേക്ക്, കൊളസ്ട്രോൾ രോഗങ്ങളിലേക്ക്, ഹാർട്ട് സംബന്ധമായ രോഗങ്ങളിലേക്ക്, പ്രഷർ രോഗങ്ങളിലേക്ക് എല്ലാ കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കപ്പെടട്ടെ. എൻ്റെ ശരീരത്തിലുള്ള എല്ലാ പീഡകളും, വ്യാധികളും, മാരക രോഗങ്ങളും എല്ലാം യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരഹൃദയത്തോട് ചേർത്ത് വെക്കാം. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. ശിരസ്സു മുതൽ പാദം വരെയും മുറിവുകൾ ഇല്ലാത്തൊരിടവുമില്ലെന്നറിയണമേ ദൈവമേ. അങ്ങഴും നള്ളി വന്ന് ഒരു വാക്കു ചൊല്ലുമെങ്കിൽ സുഖമാകും എൻ്റെ ഉള്ളം വിശ്വസിപ്പൂ ഞാൻ. വിശ്വാസത്തോടെ തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയ ദൈവമേ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. ശാന്തമായിട്ടിരിക്കും. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കർത്താവിൻ്റെ സൗഖ്യവും സമാധാനവും ശക്തിയും നമ്മളിൽ വെളിപ്പെടുന്ന സമയമാണ്. ഞാനൊരു സാക്ഷ്യം വായിക്കുക. എൻ്റെ പേര് റിനി ജോസ്. ഞാൻ ഭർത്താവിൻ്റെ ഒപ്പം വിദേശത്താണ്. എനിക്ക് കഴിഞ്ഞ 11 വർഷമായിട്ട് PCOD, പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് ഉണ്ടായിരുന്നു. ഓരോ തവണ സ്കാൻ ചെയ്യുമ്പോഴും കൂടി വരുന്നതല്ലാതെ കുറയുന്നുണ്ടായിരുന്നില്ല. ഈ 11 വർഷമായിട്ട് ഈ രോഗാവസ്ഥ ഓരോ മാസങ്ങളിലും അല്ലെങ്കിൽ ഇന്ന സമയങ്ങളിൽ ഡോക്ടർ പറഞ്ഞ സമയങ്ങളിലെല്ലാം 3 മാസം ഒക്കെ കൂടുമ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ ഇത് കൂടുന്നതല്ലാതെ ഉണ്ടായിരുന്നില്ല.
2 തവണ ആയുർവേദ ട്രീറ്റ്മെൻറ്റുകളും എടുത്തു. എല്ലാ അലോപ്പതിയും ഹോമിയോ സകല ട്രീറ്റ്മെൻറ്റ് എടുത്തു. അവസാനം എടുത്തത് ആയുർവേദമോ, ഒന്നും ഫലമുണ്ടായില്ല. ഈ കഴിഞ്ഞ മെയ് മാസം 2-ാം തീയതി മാന്നാനത്ത് ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. ആരാധന സമയത്ത് എനിക്ക് ശരീരം മുഴുവൻ കറണ്ട് അടിക്കുന്നത് പോലെ അനുഭവം ഉണ്ടായി. പിന്നീട് ഞാൻ പതിവ് പോലെ സ്കാനിങ്ങിന് പോയി. സ്കാനിങ്ങിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് PCOD-യുടെ ഒരു ലക്ഷണവും ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞു. എന്നെ സുഖപ്പെടുത്തിയ എൻ്റെ ദൈവത്തിന് 1000 നന്ദി പറയുന്നു. കരങ്ങളൊന്ന് ഉയർത്തി സ്തുതിച്ച്, നന്നായിട്ട് സ്തുതിച്ച്. ഇങ്ങനെയുള്ള രോഗാവസ്ഥയുള്ളവർ നന്നായിട്ട് കരമുയർത്തി, നന്നായിട്ട് സ്വരമുയർത്തി, നന്നായിട്ട് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എന്താ സംഭവിച്ചേ? ആരാധന നിമിഷത്തിൽ ദൈവത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവളുടെ ശരീരത്തിൽ ആ ദൈവശക്തി വെളിപ്പെട്ടു. പരിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അപ്പോൾ ആഗ്രഹിച്ചു. പല പ്രാവശ്യം ട്രീറ്റ്മെൻറ്റ്, കുഞ്ഞുങ്ങളില്ല, പല പ്രാവശ്യം ട്രീറ്റ്മെൻറ്റ് എടുത്തു. 10-11 വർഷമായിട്ട് ഇങ്ങനെ ഈ രോഗത്തിൻ്റെ അവസ്ഥയിൽ ദുരിതം അനുഭവിക്കുന്ന ആ സഹോദരി കർത്താവിൻ്റെ ആലയത്തിൽ വന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിൻ്റെ ശക്തി അവരുടെ ശരീരത്തിൽ വെളിപ്പെട്ടപ്പോൾ ആ രോഗത്തിന് അവരുടെ ശരീരത്തിൽ നിൽക്കുവാനായിട്ട് യാതൊരു അവകാശവുമില്ല. കർത്താവ് അവളെ സുഖപ്പെടുത്തി. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരമ്മ കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു, ഇതിനകത്തുള്ളിലുണ്ട്. അമ്മ ഇവിടുന്ന് ആരാധന കുറേ ദിവസമായിട്ട്, ഹൈന്ദവ സഹോദരിയാണ്, കുറേ ആഴ്ചകളായിട്ട് മാസങ്ങളായിട്ട് വന്ന് ആരാധന കൂടുന്നൊരു സഹോദരി. ആ സഹോദരിയുടെ കുഞ്ഞിൻ്റെ കാലിൽ ഒരു മുഴയുണ്ട്. സാക്ഷി എഴുതിക്കൊണ്ട് ഞാൻ ആരാധന സമയത്ത് വായിക്കും. കാലിൽ പാദത്തിൻ്റെ അവിടെ ഒരു മുഴയുണ്ടായിരുന്നു. അപ്പം ആ മുഴ അത് എടുത്തു കളയണം. മസിൽസ് എല്ലാം കൂടെ ചുരുണ്ട് കൂടിയിട്ട് ഇങ്ങനെ ഒരു മുഴ പോലെ, ഒരു നാരങ്ങയുടെ വലുപ്പത്തിൽ ഒരു മുഴ പാദത്തിൻ്റെ അവിടെ ഉണ്ടായിരിക്കുമോ. അപ്പോൾ ഒരു വളരെ അസ്വസ്ഥരായി. ഡോക്ടർമാരെ ഇത് ഓപ്പറേറ്റ് ചെയ്യണം, 12 വയസ്സ് കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അമ്മ കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഈ കൊച്ച് ഞായറാഴ്ച അപ്പൻ്റെ കൂടത്തിൽ ഇവിടെ നടക്കുന്ന ശുശ്രൂഷയിൽ 6 മണി മുതൽ 8 മണിയുള്ള ശുശ്രൂഷയിൽ വന്ന് പങ്കുചേരാനായിട്ട് അവന് ഒരുങ്ങിയിരിക്കുക, ഇങ്ങോട്ട് പോരാനായിട്ട് ഒരുങ്ങിയിരിക്കുക. ആ സമയത്ത് ഇവൻ രാവിലെ കളിക്കാൻ പോയി. കളിച്ചിട്ട് തിരിച്ചു വരുമ്പോ ഇവൻ വിളിച്ചു പറയാ, അമ്മേ എൻ്റെ കാലില് ആ മുഴ കാണുന്നില്ല. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഇന്നും ജീവിക്കുന്നു, ഇന്നും സുഖപ്പെടുത്തുന്നു, ഇന്ന് തന്റെ ജനത്തോടൊപ്പം അവിടുന്ന് സഞ്ചരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? എല്ലാവരും ചേർന്ന് വിളിക്കാമോ? സർവശക്തിയോടെ വിളിക്കാമോ? പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 10-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം, സഹോദരരെ, എൻ്റെ ഹൃദയപൂർവമായ ആഗ്രഹം ഇസ്രായേലിനു വേണ്ടി ദൈവത്തോട് എൻ്റെ പ്രാർത്ഥനയും അവർ രക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. എന്താണ് ആഗ്രഹം? പൗലോസിന്റെ ആഗ്രഹം എന്ന് എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നുള്ളതാണ്. ആരുടെ ആഗ്രഹം? പൗലോസ് അപ്പോസ്തലന്റെ ആഗ്രഹം. എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തിന്റെ രക്ഷ ഓരോ മകനും മകളും ഓരോ രീതിയിൽ അനുഭവിക്കണമെന്നുള്ളതാണ്. പല രീതിയിൽ നമ്മൾ ഏതെല്ലാം രീതിയിലാണ് ദൈവാനുഗ്രഹം കിട്ടാൻ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹിക്കുന്ന രീതിയിലെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ലഭിക്കണമെന്നാണ് ആത്മാവിൽ നിറഞ്ഞ പൗലോസ് അനുഭവിച്ച ആ ദൈവിക സ്വാതന്ത്ര്യം, ആ ദൈവിക സൗഖ്യം, ആ വലിയ ദൈവിക സമാധാനം നമ്മളെല്ലാവരും അനുഭവിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെയൊക്കെ ആഗ്രഹം അതാ, ശുശ്രൂഷിക്കുന്നവരുടെ ആഗ്രഹം ദൈവം തരുന്ന പല വിധത്തിലുള്ള സൗഖ്യം, സമാധാനം, ഐശ്വര്യം, സമൃദ്ധി, ഇതെല്ലാം ദൈവജനം മുഴുവനും അനുഭവിക്കണം. പ്രാർത്ഥിക്കാൻ കടന്നു വരുന്ന മുഴുവൻ ആളുകളും അനുഭവിക്കണമെന്നുള്ളതാണ് ആഗ്രഹവും പ്രാർത്ഥനയും. കരമുയർത്തി സ്തുതിച്ചേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരുന്ന ആരും വെറും കൈയോടെ, ദൈവവചനം കേൾക്കാൻ വരുന്ന ആരും വെറും കൈയോടെ പോകരുത് എന്നുള്ളതാണ് പൗലോസ് ശ്ലീഹായുടെ ആഗ്രഹം. പ്രാർത്ഥനയോ തന്നെയാണ്. എല്ലാവരും പ്രാർത്ഥന ഇതാ. മധ്യസ്ഥ പ്രാർത്ഥനയിൽ ആളുകൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് വരുന്നവരെല്ലാം ദൈവാനുഭവത്തിൽ മടങ്ങിപ്പോകാൻ സാക്ഷികളായിട്ട് മാറുവാനായിട്ട്, സാക്ഷ്യം വഹിക്കുക. വേറെ ആവശ്യത്തിന് വേണ്ടി വരുന്നത്, ഈ കുഞ്ഞിൻ്റെ സൗഖ്യത്തിന് വേണ്ടി ഒന്നല്ല പ്രാർത്ഥിക്കാൻ വരുന്നത്, വേറെ ആവശ്യത്തിന് വേണ്ടി വരുന്നത്. പക്ഷെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് തൻ്റെ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുകയാണ്. അവിടെ ജാതിയോ വംശമോ ഇതൊന്നും അവിടെ ഒന്നും കുലോ ഒന്നും കർത്താവിന് അങ്ങനെ വേർതിരിവൊന്നുമില്ല. തന്നെ വിളിച്ച് ആരപേക്ഷിച്ചാൽ അവർക്കെല്ലാം സൗജന്യമായി അനുഗ്രഹം കൊടുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ
ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് കടന്നു വരികയാണ്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കാൻ ഉച്ച സ്വരത്തിൽ പ്രാർത്ഥിക്കാൻ, സ്വരം ഉയർത്തി പ്രാർത്ഥിക്കാൻ, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ. കർത്താവിൻ്റെ സ്ഥാനം നമ്മൾ യേശു ക്രിസ്തു കാൽവരിയുടെ നെറുകയിൽ മരക്കുരിശിൽ കരങ്ങളിങ്ങനെ ആണികളാൽ തറയ്ക്കപ്പെട്ട് എത്ര സമയം അവിടെ ഈശോ ഇവിടെ കടന്നേ. നമ്മളൊരു കുറച്ച് സമയമാവും. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് കരങ്ങളൊന്ന് ഉയർത്തി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നമ്മൾ നന്നായിട്ട് കരം ഉയർത്തിയാൽ നമ്മൾ ആ ഈശോയുടെ പീഡാസഹനത്തോട് നമ്മൾ ചേർക്കപ്പെടുകയും കുരിശുമരണത്തോട് നമ്മൾ ചേർക്കപ്പെടുകയും കർത്താവിൻ്റെ ഉത്ഥാനത്തോട് നമ്മൾ ചേർക്കപ്പെടുകയും അവർക്കും ദൈവത്തെക്കുറിച്ച് തീഷ്ണതയുണ്ടെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ ജനത്തിന് തീഷ്ണതയുണ്ട്. ആ തീഷ്ണത ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്നേ ഉള്ളൂ. എല്ലാവരും തീഷ്ണതയോടെ വരുന്നത്, പക്ഷേ ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ല അവരുടെ പ്രാർത്ഥന. ആ തീഷ്ണത ശരിയായ അറിവിൻ്റെ അവസ്ഥയിലാണെങ്കിൽ തീർച്ചയായിട്ട് ആ പ്രാർത്ഥന സ്വീകാര്യമാവും. പൗലോസ് പറയാ, നമുക്ക് ശ്രദ്ധിച്ചേ, അവർക്ക് ദൈവത്തെക്കുറിച്ച് തീഷ്ണതയുണ്ടെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. തീഷ്ണതയുണ്ട്, അല്ലെ വരത്തില്ല. നല്ല തീഷ്ണതയാ, ആദ്യം മുതൽ അവസാനം വരെ ഉണ്ട്. നല്ല തീഷ്ണതയിലാണ് അവർ വരുന്നത്. ആ തീഷ്ണത ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ലേ എന്നേ ഉള്ളൂ. ശരിയായ അറിവുണ്ടോ? ദൈവത്തെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നുണ്ടോ? ദൈവാനുഭവം ഉണ്ടോ എന്നാണ് പൗലോസ് ശ്ലീഹ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം. ദൈവാനുഭവത്തിലാണോ? അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? നല്ല അനുഭവത്തിലാണോ? കഴിഞ്ഞ പുസ്തകത്തിലെ ധ്യാനത്തിൻ്റെ അവസാനത്തെ അഭിഷേക പ്രാർത്ഥന സമയത്ത് എഡ്വിന് ശുശ്രൂഷയുമ്പോൾ എഡ്വിൻ പറയാൻ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അതുപോലെ ദൈവാനുഭവം ശരീരത്തിൽ അനുഭവിച്ചുകൊണ്ടാണ് ധ്യാനത്തിൻ്റെ അവസാന ശുശ്രൂഷ അവസാനിപ്പിക്കുന്നത്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ അനുഭവം കിട്ടണം, ദൈവാനുഭവം കിട്ടണം. ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുക. എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. ഒരു വിറയൽ അനുഭവം, ഉള്ളിലൊരു കുളിരനുഭവം, ഒരു കുളിർമയുടെ അനുഭവം, ശരീരത്തിൽ ഒരു കുളിരിൻ്റെ അനുഭവം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തിൻ്റെ അനുഭവത്തിലാണ്, ദൈവാനുഗ്രഹം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണ്ടേ. ശരിയായ അറിവ്. നമ്മൾ മരം പോലെ ഈശോ ഒരു അന്ധനെ കാഴ്ച കൊടുക്കുമ്പോഴത്തേക്ക് ഈശോ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് മരം പോലെ? ഇപ്പം എങ്ങനെ കാണുന്നത്? മരം പോലെയാണ്. ഈശോന്റെ കണ്ണിലേക്ക് തുപ്പി, എന്നിട്ട് ഇപ്പം എങ്ങനെ കാണുന്നത്? മരം പോലെ കാണുന്നത്. പക്ഷെ അനങ്ങുന്നുണ്ടോ? മറ്റേ അനങ്ങുന്നില്ലായിരുന്നു. ഒരാളെ നമ്മൾ കാണുമ്പോൾ അവരെ മരം പോലെ കാണുന്ന അവസ്ഥ, നമുക്കൊരു ഫീലിംഗും ഇല്ല. അതിനുശേഷം അവൻ്റെ കണ്ണുകളിൽ ഈശോ തൊട്ടു. അപ്പോൾ എന്തുണ്ടായി? ഫീലിംഗ് ഉണ്ടായി. ഇപ്പോഴെങ്ങനെയാണ്? ഇപ്പോൾ യഥാർത്ഥത്തിൽ കാണുന്നുണ്ട്. എങ്ങനെയാണ് ഒരു മനുഷ്യനെന്നുള്ളത് അവന് മനസ്സിലാക്കുക. അവനെ പോലെ തന്നെ മറ്റുള്ളവരെ കാണുവാനും അറിയുവാനും അവന് സാധിച്ചു. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കർത്താവ് തൊട്ടപ്പോ നമുക്ക് ഒരു തൊടല്, ഈശോയുടെ ഒരു സ്പർശനം നമുക്ക് ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കണേ. ഈശോനെ ഒന്ന് സ്പർശിക്കണേ. ആ ഒരു അനുഭവം എനിക്ക് കിട്ടണേ. ആഗ്രഹം വേണം. അപ്പോൾ തോമാശ്ലീഹ ആഗ്രഹിച്ചു, ഈശോയെ തൊടാനായിട്ട് ആഗ്രഹിച്ചു. രക്തസ്രാവക്കാരി അവൻ്റെ ശരീരത്തിലല്ല, എൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ ഒന്ന് തൊടാൻ ആഗ്രഹിച്ചു. നമ്മൾ കുറേ ഭൗതിക കാര്യങ്ങൾ വെച്ച് നീട്ടുമല്ല. ഈശോ ഇതെല്ലാം ഇതൊന്നും നമ്മുടെ ഒരു സൗഖ്യം കിട്ടി. ഇപ്പോൾ ഒരു കൊച്ചിന് സൗഖ്യം കിട്ടി, അല്ലെങ്കിൽ യൂട്രസിനകത്തെ അല്ലെങ്കിൽ ഇതിനകത്ത് ഉള്ള രോഗങ്ങൾ സൗഖ്യപ്പെട്ടു, നമ്മൾ കേട്ടു. ക്യാൻസർ സൗഖ്യപ്പെട്ടു. ഇതുകൊണ്ടൊരു സാക്ഷ്യ ജീവിതം നയിക്കണമെന്നില്ല. ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തികളാണ് സാക്ഷ്യ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നത്. അനുഭവം കിട്ടി, ഒരു സൗഖ്യമല്ല, ദൈവത്തിൻ്റെ ഒരു സ്പർശനം. ശരീരത്തിൽ നിന്ന് വിട്ടുപോയി. ചിലർ പറയും എന്തോ കറണ്ട് അടിക്കുന്ന ഒരു അനുഭവം വന്ന് എന്തോ വിട്ടുപോയി. പിന്നെ ആ കുറച്ച് കഴിയുമ്പോൾ ഇവരും വിട്ടുപോകും. ദൈവാനുഭവം കിട്ടിയവര് ഒരിക്കലും വിട്ടുപോകത്തില്ല. ഒരു ആത്മീയ ശുശ്രൂഷ നമുക്കറിയാം, അനുഭവം കിട്ടിയവർ വിട്ടുപോകത്തില്ല. അനുഭവം കിട്ടാത്തവര് ഭൗമികമായ നേട്ടങ്ങൾ ലഭിച്ചു, ആത്മീയമായിട്ടുള്ള ഒരു സ്പർശനം കിട്ടിയില്ലെങ്കിൽ, ശാരീരികമായ യേശുവിൻ്റെ ഒരു സ്പർശനം ഒരു ഹൃദയതലങ്ങളിൽ സ്പർശനം കിട്ടിയില്ലെങ്കിൽ ഇവര് പതുക്കെ ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് വിട്ടുപോകുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് അവർക്ക് അജ്ഞനായതുകൊണ്ട്
തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കുവാൻ വ്യഗ്രത കാണിക്കുന്നത് കൊണ്ട് ദൈവനീതിക്ക് അവർ കീഴ്വഴങ്ങുന്നില്ല. നമ്മൾ കുറച്ച് നീതിയായ പ്രവർത്തി നമ്മൾ കണ്ടുവച്ചിരിക്കുവോ? എന്നിട്ട് ആ നീതിക്കനുസരിച്ച് പ്രവർത്തിക്കുവോ? അങ്ങനെ പ്രവർത്തിച്ചാൽ ഒരിക്കലും ദൈവാനുഗ്രഹം നമുക്ക് ലഭിക്കപ്പെടുന്നില്ല എന്നാണ് പൗലോസ് ശ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ നീതിക്കനുസരിച്ച് നമ്മൾ പറയും, ഇതാ നീതി, ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി, ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ മതി എന്ന് നമ്മളുടെ ഒരു നീതിക്കനുസരിച്ച് ഞാനും നിങ്ങളും പ്രവർത്തിച്ചാൽ അത് ദൈവനീതിക്കനുസരിച്ചുള്ള പ്രവൃത്തിയാകാത്തത് കൊണ്ട് ദൈവാനുഗ്രഹം ആ വ്യക്തികളിൽ ലഭിക്കപ്പെടുന്നില്ല എന്നാണ് പൗലോസ് ശ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ നമ്മൾ അന്വേഷിക്കുന്ന ദൈവത്തിന്റെ നീതി എന്താ? ആ ദൈവത്തിന്റെ നീതിയുടെ നമ്മൾക്ക് വ്യാപരിക്കണമെങ്കിൽ, അങ്ങനെ ആ നീതി അനുസരിച്ച് ജീവിക്കണമെങ്കിൽ ആര് പ്രവർത്തിക്കണം? പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിന്റെ നീതി എന്തെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. ഇപ്പൊ ശാപത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അവിടെ നിയമാവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അവിടെ പറയുന്ന കാര്യം, അയൽവാസിയുടെ അല്ലെങ്കിൽ അടുത്തുള്ള ആളിന്റെ കല്ല്, സർവേ കല്ല് അല്ലെങ്കിൽ ഈ അതിർത്തി കല്ല് മാറ്റിയിടരുത്, ശാപോ. പക്ഷെ മാറ്റിയിട്ടവൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയും, ഇതാണ് നീതി, എൻ്റെ സഹോദരൻ്റെ ആണ്, പക്ഷെ അത് എനിക്ക് ഇത്രയും കൂടെ കിട്ടിയാലേ എനിക്കത് ശരിയാകത്തുള്ളൂ, മതിൽ നുവർന്നു വരത്തുള്ളൂ, ഇതാണ് നീതി എന്ന് ഞാൻ വിചാരിച്ചാൽ കർത്താവിന്റെ നീതി പറയുന്നു, നീ ഒരിക്കലും അത് ചെയ്യില്ല. അതിർത്തിക്കല്ല് മാറ്റിയിടുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ നീതിയും മനുഷ്യന്റെ നീതിയും രണ്ടും രണ്ടാ. അപ്പൊ ദൈവനീതി എന്താണ് പറയാ? ദൈവാനുഗ്രഹം കിട്ടാത്തതിന്റെ കാരണം ദൈവത്തിന്റെ നീതിക്ക് ആയിട്ടുള്ള പ്രവൃത്തിയല്ല ഞാനും നിങ്ങളും ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് ദൈവാനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ പലപ്പോഴും നമുക്ക് സാധ്യമാകുന്നില്ല എന്ന് ആര് പറയും? പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ പൗലോസ് ശ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ എപ്രകാരം ജീവിക്കണമെന്ന്, ദൈവാനുഗ്രഹം കിട്ടണമെങ്കിൽ ദൈവത്തിന്റെ നീതി, ഇതാണ് നീതി, ഇതാണ് പ്രവൃത്തി, ഇത് സത്യമാണ്, ഞാൻ പറയുന്നതാണ് സത്യമെന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയാണ്, ഇതാണ് ശരിയെന്ന് ഞാനും നിങ്ങളും ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതിക്കനുസരിച്ചല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവാനുഗ്രഹത്തിന് യോഗ്യരാകുന്നില്ല എന്ന് പൗലോസ് ശ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തും. അപ്പൊ ദൈവത്തിന്റെ നീതി എന്താണെന്ന് കണ്ടെത്തണമെങ്കിൽ അതിനെ സഹായിക്കുവാൻ ഈശോ പറയുന്നുണ്ട്, സഹായകനായ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരും. നീതിയെക്കുറിച്ച്, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഈ പരിശുദ്ധാത്മാവ് നിങ്ങളെ ബോധ്യപ്പെടുത്തും. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശരീരത്തിന് ചില സംതൃപ്തിയുണ്ട്, ശരീരത്തിന് ചില ഇഷ്ടമുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ശരീരത്തിന് ഇഷ്ടമാണ്. പക്ഷേ അത് ദൈവനീതിക്ക് അനുസൃതമായിട്ടുള്ള പ്രവൃത്തി അല്ല എന്ന് പൗലോസ് ശ്ലീഹ നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ എപ്രകാരമായിരിക്കണം? ദൈവനീതിക്ക് അനുസരിച്ച് പ്രവർത്തിക്കണം. അതിനെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ് വരാതെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് പ്രവർത്തിക്കാതെ ഒരു കാരണവശാൽ ദൈവനീതിക്ക് അനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ്. അപ്പം അതിർത്തിക്കല്ല് മാറ്റുന്നത് ശരിയാണ്. നമ്മൾ പറയാം മതിൽ നൂരണം, കാരണം എൻ്റെ സഹോദരൻ്റെ സ്ഥലമാണ്, അവൻ അമേരിക്കയിൽ അല്ലെങ്കിൽ യൂറോപ്പിലാണ്, അവൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ, ഞാൻ ഇച്ചിരി നൂർത്താൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അതിർത്തിക്കല്ല് മാറ്റിയിട്ടാൽ അത് ശാപമാണെന്ന് നിയമാവർത്തന പുസ്തകത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധമായ വചനത്തിലൂടെ വചനം പറയുക, ദൈവം പറയുക, വചനം ദൈവമാ, ദൈവം പറയുക ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പോൾ നമ്മൾ പറയാം കുഴപ്പമൊന്നുമില്ല, അവൻ അറിഞ്ഞിട്ടില്ല, പക്ഷെ കുഴപ്പമില്ല. ഒരു കുവൈറ്റിൽ പോയി അവിടെ യുദ്ധകാലഘട്ടങ്ങളിൽ കുറേയേറെ സമ്പത്ത് ബാങ്കിൽ നിക്ഷേപിച്ചതും അല്ല അവിടെ നിന്ന് കിട്ടാനുള്ളതും ഒന്നും കിട്ടാതെ ഒരു സഹോദരൻ നാട്ടിലെത്തി കുറേ കാലം പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛനോട് പ്രാർത്ഥിച്ചു, അച്ഛൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അച്ഛൻ്റെ ഗ്രൂപ്പിനകത്ത് ഞങ്ങളുണ്ട്. അപ്പം ഞങ്ങളോടെല്ലാം പറഞ്ഞു, അച്ഛൻ പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കാവോ, ഈ ഒരു പ്രശ്നം ഇദ്ദേഹത്തിന് കുവൈറ്റിൽ നിന്ന് കിട്ടാനുള്ള വൻ തുകയാണ്, ആ തുക കിട്ടാനായിട്ട് അത് പറ്റുന്നില്ല, സാധിക്കുന്നില്ല, അതിനുവേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പള്ളിയുടെ മതില് തള്ളി മറിച്ചിടുന്നത് കാണും. കുറേ ആളുകൾ കൂടി പള്ളിയുടെ മതിൽ കുറേ കൈകളാണ്, അല്ലാതെ ആളല്ല, കൈ വന്നിട്ട് കുറേ കൈകൾ കൂടി ഈ പള്ളിയുടെ മതിൽ മറിച്ചിടുക. അതാണ് കിട്ടുന്ന ദർശനം അതാ. അപ്പം അച്ഛാ ഇതാ കാണുന്നതെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പ്രാർത്ഥിച്ച് അത് പറഞ്ഞ് ഇവരോട് ചോദിച്ചു, എന്താ പ്രശ്നം ഉണ്ടായത്, പള്ളിയായിട്ടല്ലോ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവരുടെ ഒരു കുടുംബത്തിൽ ഒരു അച്ഛനുണ്ടായിരുന്നു. ഈ അച്ഛൻ്റെ വസ്തുവുണ്ട്, അച്ഛൻ്റെ പേരിൽ വല്യപ്പൻ സ്ഥലം എഴുതിയിട്ടുണ്ടായിരുന്നു.
ഈ സ്ഥലം ഇവരുടെ അപ്പൻ ഈ സ്ഥലം എന്ത് ചെയ്യുന്നറിയോ, ഈ അച്ഛമ്മന്റെ മരണശേഷം കള്ളയൊപ്പിട്ട് ഈ സ്ഥലം ഇവരുടെ കൈവശമാക്കിയിട്ട് ഈ സ്ഥലം ഇദ്ദേഹത്തിന്റെ കൈവശം വന്നെത്തിയിരിക്കുക. അന്യായമായത് ഇദ്ദേഹത്തിന്റെ കൈവശം വന്ന് തലമുറ കടന്ന് അന്യായമായത് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവനീതിക്ക് അനുസരിച്ചുള്ള പ്രവൃത്തി അല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ അധ്വാന ഫലം അദ്ദേഹത്തിന് അനുഭവിക്കുവാൻ സാധിക്കാതെ വന്നു. കരം ഉയർത്തിയൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിശ്വാസത്തോടെ വിളിക്കാമോ? എല്ലാവരും ചേർന്ന് വിളിക്കാമോ? എന്നാൽ ദൈവത്തിന്റെ നീതിക്കനുസരിച്ച് നീതിയെക്കുറിച്ച് അവർ അജ്ഞരായതുകൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കുവാൻ വ്യഗ്രത കാണിച്ചതുകൊണ്ടും ദൈവനീതിക്ക് അവർ കീഴ്വഴങ്ങിയിട്ടില്ല. കീഴ്വഴങ്ങത്തില്ല. കാരണം ഞാൻ പറയുന്നതാണ് നീതിയെന്ന് പലരും സ്ഥിരീകരിക്കുവാൻ വേണ്ടി വ്യഗ്രത കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ നീതി നമ്മളിലേക്ക് കടന്നു വരുന്നില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, തീഷ്ണതയുള്ളവരാണ്, എല്ലാ വെള്ളിയാഴ്ചയും വരുന്നവരാണ്, എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണ്, നല്ല തീഷ്ണതയുള്ളവരാണ്, മധ്യസ്ഥ പ്രാർത്ഥനയിൽ വരുന്നവരാണ്, അവർ മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ അധ്വാനിക്കുന്നവരാണ്. പക്ഷേ ദൈവനീതിക്ക് അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ ദൈവാനുഗ്രഹം അവരിൽ വന്ന് നിറയപ്പെടുന്നില്ല. കരമരത്തിൽ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോ എന്ന് വിളിക്കാമോ? നിയമാധിഷ്ഠിതമായ നീതി പ്രവർത്തിക്കുന്നവർക്ക് അതുമൂലം ജീവൻ ലഭിക്കും. നീതിനിഷ്ഠമായ ദൈവത്തിന്റെ നീതിക്ക് അനുസരിച്ചുള്ള പ്രവൃത്തി ചെയ്യുന്നവർക്ക് ആ പ്രവൃത്തി മൂലം ജീവൻ ലഭിക്കും എന്ന് മോശ എഴുതുന്നു. മോശ പറയുക, നീതിയായിട്ട് നമ്മൾ ദൈവത്തിന്റെ നീതിക്ക് അനുസരിച്ചുള്ള പ്രവൃത്തിയാണ് ചെയ്തു വെക്കുന്നതെങ്കിൽ നമുക്ക് ആരുടെ ജീവൻ കിട്ടും? ദൈവത്തിന്റെ ജീവൻ നമുക്ക് കിട്ടുക. ഈ വല്യപ്പൻ മുതലുണ്ടാക്കി, അത് അച്ഛൻ്റെ മുതലാ, അത് പള്ളിക്ക് കൊടുക്കേണ്ട സാധനമാണ്. അത് പള്ളിയുടെ മുതൽ തള്ളി മറിക്കുന്നത് പരിശുദ്ധാത്മ വെളിപ്പെടുത്തുക. ഇതിന്റെ അടിസ്ഥാന സംഭവം എന്താ? ഇത് ദൈവത്തിന് കൊടുക്കേണ്ട സാധനമാണ്. അത് കൈവശപ്പെടുത്തി വെച്ചപ്പോ ഇവന് കിട്ടേണ്ട നീതി എവിടുന്ന? കുവൈറ്റിൽ നിന്ന് ആ ഗവൺമെന്റ് ഇവന് കൊടുക്കേണ്ട നീതി ലഭിക്കുന്നില്ല. അതിന് തടസ്സമായിരിക്കുന്നത് ഈ പ്രവൃത്തിയാണ്. ഈ പ്രവൃത്തി എത്തി നിൽക്കുന്നത് ഈ വ്യക്തിയിലാണ്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? വിശ്വാസ അധിഷ്ഠിതമായ നീതിയാകട്ടെ ഇങ്ങനെ പറയുന്നു: ക്രിസ്തുവിനെ താഴേക്ക് കൊണ്ടുവരാൻ സ്വർഗത്തിലേക്ക് ആര് കയറുമെന്ന് നീ ഹൃദയത്തിൽ പറയരുത്. ദൈവം എവിടെയുണ്ട്? നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. ഈശോ എവിടെയുണ്ട്? ഈശോ ഉണ്ട്. വെളിപ്പെടുക തന്നെ നമുക്ക് അവൻ സൗഖ്യമായിട്ട്. ഈശോ തന്നെ നമുക്ക് പല രീതിയിൽ തന്നെ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. എവിടെയുണ്ട്? സ്വർഗത്തിലേക്കൊന്നും കയറിപ്പോകേണ്ട ആവശ്യമില്ല. ഈശോയും കൊണ്ടുവരാനായിട്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോകേണ്ട ആവശ്യമില്ല. കൂദാശകളിലൂടെ അവിടുന്ന് നമ്മോടൊപ്പം വസിക്കുന്നു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഥവാ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തുവാനായിട്ട് പിതാവ് പാതാളത്തിലേക്ക് ആര് ഇറങ്ങുമെന്ന് പറയരുത്. പാതാളത്തിലേക്ക് ഇറങ്ങി ചെല്ലേണ്ട കാര്യമില്ല. കാരണം ദൈവത്തിന്റെ സാന്നിധ്യം എവിടെ വ്യാപരിക്കുന്നു അവിടെയെല്ലാം എന്തുണ്ട്? ഉദ്ധാനത്തിന്റെ ദൈവിക ശക്തി വ്യാപരിക്കപ്പെടുന്നുണ്ട്. ഈശോയുടെ രണ്ടാം വരവിൽ ഈശോ വന്നാൽ മതി, ഉയർത്തെഴുന്നേറ്റും. കാരണം ദൈവ സാന്നിധ്യം ദൈവമക്കളിലുണ്ട്. അതുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കും. കല്ലറകളെ ഭേദിച്ച് അവന്റെ രണ്ടാം വരവില് പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ട ആവശ്യമില്ല. ഇനിയുണ്ടോ? ഇല്ല. ഈശോ വാനമേഘങ്ങളില് ആഗതനാകുമ്പോ സകല ജനപദങ്ങളും ഉയർത്തെഴുന്നേൽക്കും. അവന്റെ സാന്നിധ്യം ലോകം മുഴുവനിലേക്ക്, അവന്റെ ജീവൻ ലോകം മുഴുവനിലേക്കും സകല വസ്തുക്കളിലേക്കും അവന്റെ ജീവൻ വ്യാപരിച്ചിരിക്കുന്നത് കൊണ്ട്, അവന്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് അവൻ വാനമേഘങ്ങളിൽ ആഗതനാകുമ്പോ സകല മക്കളും ഉയർത്തെഴുന്നേൽക്കും. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ സ്വർഗത്തിലേക്ക് കയറി ചെല്ലേണ്ട ആവശ്യമില്ല. അവന്റെ സാന്നിധ്യവും സാമീപ്യവും സകല ജഡത്തിന്റെ മേല് അവന്റെ സാമീപ്യവും സാന്നിധ്യവും ഉണ്ട്. സകല മക്കളുടെ മേലും ഭൂമിയിലുള്ള സകല ചരാചരങ്ങളുടെ മേലും അവന്റെ സാന്നിധ്യവും സാമീപ്യവും ഉണ്ട്.
ഈശോ വന്നാൽ മതി. വാനമേഘ സ്വർഗം വിട്ട് ഈശോ വാനമെങ്ങി സ്വർഗത്തിലോട്ട് കയറി ചെന്ന് ഇറക്കിക്കൊണ്ടിരുന്ന കാര്യമൊന്നുമില്ല. അവൻ വരുമ്പോ സകല ജനപദങ്ങളും ഉയർത്തെഴുന്നേൽക്കും. പൗലോസ് പറയാ, അപ്പൊ ഈ ആര് കയറി മേളിൽ നിർത്തി കൊണ്ടുവരേണ്ട? കൂടെ ഉണ്ട്. ഹൃദയപരമാർത്ഥതയോടെ നീതിയോടെ നീ പ്രവർത്തിച്ചാൽ, അനീതി പ്രവർത്തിച്ച ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അതിന് പരിശുദ്ധാത്മാവ് വിളിച്ചു പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നീതിയാണോ? അപ്പം യോഹന്നാന്റെ സുവിശേഷത്തിൽ 15 പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് വരും, ഞാൻ പോയി കഴിഞ്ഞാൽ സഹായം വരും. ഈ സഹായകൻ വന്നിട്ട് എന്താ ചെയ്യുന്നത്? പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്, ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തി ശരിയാണോ? തെറ്റാണെങ്കിൽ അവിടെ മഹത്വം വെളിപ്പെടുവോ? ഒരിക്കലും പെടുത്തില്ല. ദൈവാനുഗ്രഹം ഉണ്ടാകത്തില്ല. കാരണം ദൈവാനുഗ്രഹം വെളിപ്പെടണമെങ്കിൽ എൻ്റെ ഒരു നിയോഗത്തിൻ്റെ മേല്, എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ മേല്, എൻ്റെ ആവശ്യത്തിൻ്റെ മേല് ദൈവമഹത്വം വെളിപ്പെടണമെങ്കിൽ ഞാൻ ഈ ലോക ജീവിതത്തിൽ ചെയ്ത പ്രവർത്തികളിലൊക്കെ നീതി ഉള്ള, ദൈവത്തിൻ്റെ നീതിക്കനുസൃതമായുള്ള പ്രവൃത്തിയാണോ എന്ന് ആത്മശോധന ചെയ്യുവാൻ പൗലോസ് ശ്ലീഹ നമ്മളെ പള്ളി വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കുർബാന എല്ലിക്കുന്നുണ്ട്, കുർബാന കാണുന്നുണ്ട്, സകലതും ചെയ്യുന്ന നേർച്ച ഇടുന്നുണ്ട്, എല്ലാം ഇടുന്നുണ്ട്. പക്ഷേ പ്രവൃത്തി കർത്താവ് ചോദിക്കുക, പ്രവൃത്തി ശരിയാണെങ്കിൽ എല്ലാം ശരിയാകും. എന്നാൽ പിന്നെ എന്താണ് പറയുന്നത്? വചനം നിനക്ക് സമീപസ്ഥമാണ്. എങ്ങും പോകേണ്ട ആവശ്യമൊന്നുമില്ല, എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ വചനം നിനക്ക് സമീപസ്ഥമാണ്. നിന്റെ അടുത്തുണ്ട്, നിന്റെ ഉള്ളിലുണ്ട്, നിന്റെ കാതുകളിലുണ്ട്, നിന്റെ ഹൃദയ ഫലകങ്ങളിലുണ്ട്, നിന്നിൽ തന്നെ വചനം ഉണ്ട്. അന്വേഷിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല. നിന്നിൽ തന്നെ വചനമാകുന്ന ദൈവം വസിക്കുന്നുണ്ട്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം നിങ്ങൾക്ക് സമീപസ്ഥമാണ്. ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ജനതയാണുള്ളത്? ഒരു പാട്ട് പാടുന്നില്ലേ എഡ്വിൻ? ദൈവം അടുത്തുള്ളൊരു ജനമാണ്. കൊച്ചു അമ്മ ഇവിടെ പ്രാർത്ഥിക്കുന്നു, കൊച്ചു വീട്ടിലാ, കൊച്ചു ഒരുങ്ങുവോ വരാനായിട്ട്? ഇങ്ങോട്ടാ? അമ്മയുടെ വിശ്വാസത്തിലൂടെ അപ്പനും വരുന്നുണ്ട്. തകർച്ചകളിൽ കൊണ്ടുപോയി കർത്താവ്. നമ്മൾ ചോദിക്കും, അവർ ചോദിക്കും, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും തകർച്ച വന്നേ? ഈ സാമീപ്യവും ഈ സാന്നിധ്യവും അവർക്ക് വെളിപ്പെടുത്തുവാൻ, രോഗികളെ സുഖപ്പെടുത്തുന്ന തമ്പുരാന്റെ മുമ്പിലാണ് നീ നിൽക്കുന്ന. നിനക്ക് ജീവൻ നൽകുന്ന, നിനക്ക് സമൃദ്ധി തരുന്ന, നിനക്ക് സമ്പത്ത് തരുന്ന, നിന്നെ ഓരോ ദിവസവും ജീവൻ നൽകി സമൃദ്ധമായിട്ട് ഈ ലോക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിന്നെ അനുവദിക്കുന്ന നിന്നെ പൊന്നു തമ്പുരാന്റെ അടുത്താണ് നീ എന്നുള്ള ബോധ്യം ലഭിക്കുവാനായിട്ട് ആദ്യം പോകുന്നത് സാമ്പത്തികമായ ക്ലേശങ്ങളിലൂടെയാണ്. ഇത് വരുന്നപ്പോൾ ആത്മീയത, ദൈവത്തെ അറിയാൻ പറ്റാതെ പോകുമ്പോഴാണ്. എന്നിട്ട് ഈ അനീതി പ്രവർത്തിക്കും. ദൈവത്തെ അറിയാൻ പറ്റാതിരുന്ന അനീതി പ്രവർത്തിക്കണ്ടോ? അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് വരും, വന്നു കഴിയുമ്പോൾ പാപത്തെക്കുറിച്ചും. പരിശുദ്ധാത്മാവില്ലേ, പാപത്തെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ല. പരിശുദ്ധാത്മാവ് വന്നാൽ നീതിയാണോ അനീതിയാണോ? നമ്മുടെ രക്ഷപ്പെടാൻ ഒറ്റ മാർഗമുള്ളൂ. ഈ വചനം മാത്രം ശ്രദ്ധിച്ചാൽ നീതിയായിട്ടാണോ അനീതിയായിട്ടാണോ പ്രവർത്തിക്കുന്നത്? പിന്നെ അടുത്തെന്താ? പാപം. നീ പാപിയായിട്ടാണോ ജീവിക്കുന്നത് എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും രണ്ടാം വരവിനെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് നിന്നെ ബോധ്യപ്പെടുത്തും. ഇപ്പം നമുക്കൊരു അനുഗ്രഹം കിട്ടണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തി അനീതിയുടെ പ്രവൃത്തിയാണോ നീതിയുടെ പ്രവൃത്തിയാണോ എന്ന് വേറെ ആർക്കും പറഞ്ഞു തരാനോ എന്നെ ബോധ്യപ്പെടുത്താനോ എനിക്ക് നിലനിൽപ്പ് തരാനോ സാധ്യമല്ല. അതുകൊണ്ട് വചനത്തിൽ നിലനിൽക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ നീതിക്കനുസരിച്ച് വ്യാപരിക്കണമെങ്കിൽ എന്നെ സഹായിക്കാതെ ഒരിക്കലും ദൈവനീതിക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ എനിക്ക് സാധ്യമല്ല. അതുകൊണ്ട് എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ സഹായിക്കാൻ ആരംഭിക്കും. അല്ലാതെ ഏതാണ്ടെല്ലാം കാണിച്ചു വെച്ചിട്ട് പ്രാർത്ഥിച്ചു ശരിയാകും എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല എന്നാണ് പൗലോസ് ശ്ലീഹ നമ്മളെ. ഒരു പള്ളി വരുന്നുണ്ട്, യഥാർത്ഥ സത്യം ഇവർക്ക് അറിയുന്നില്ല. സത്യം നമ്മളെ സ്വതന്ത്രമാക്കും. സത്യം എന്ന വചനമാണ്. എന്താണ് സത്യം? സത്യം വചനമാണ്.
ആ വചനത്തോട് കടന്നു പോകുന്ന നീതി പ്രവർത്തിക്കും. ഈ നീതിയോടെ പ്രവർത്തിക്കുമ്പോൾ ആ സത്യം നമ്മളിൽ വചനം നമ്മൾ വെളിപ്പെടും. ആ വചനം എന്താ? അനുഗ്രഹമാണ്, വിടുതലാണ്, സൗഖ്യമാണ്, സമാധാനമാണ്, രക്ഷയാണ് വചനം, രക്ഷകനാണ് വചനം. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? വചനം നിങ്ങൾക്ക് സമീപസ്ഥമാണ്. നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട്. ഉറക്കെ വായിക്കണം. അപ്പൊ വചനം എവിടെയുണ്ട്? അധരത്തിലുണ്ട്. അത് കേൾക്കും. ചെവി ഞാൻ തന്നെ വായിക്കുമ്പോൾ, ഞാൻ ആ വചനം വായിക്കുമ്പോൾ ഞാൻ കേൾക്കും വചനം. എങ്ങനെ വായിക്കണ്ടേ? അങ്ങനെ ചെയ്യണ്ടേ? വചനം വായിക്കുമ്പോൾ, വചനം ഞാൻ കേൾക്കുമ്പോൾ, ആ വചനം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ ഹൃദയത്തില് വചനം നിക്ഷേപിക്കപ്പെടും. ഹൃദയഫലങ്ങളില് വചനം രേഖപ്പെടുത്തും. കർത്താവിന്റെ വചനം പറയാ, നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും വചനമുണ്ട്. ആകയാൽ യേശു അവിടെ നിന്റെ ഹൃദയത്തിലും, അതുകൊണ്ട് നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിന്റെ വചനം തന്നെ, ഈ പ്രഘോഷിക്കപ്പെടുന്ന വചനം, ഈ പറയുന്ന വചനം, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന വചനം എവിടെയുണ്ട്? കാതുകളിലുണ്ട്, അത് ഹൃദയത്തിലുണ്ട്, നാവിലുണ്ട്. നാവിൽക്കൂടെയൊക്കെ വന്നു, ചെവി കേട്ടു, അത് ചെവി നിൽക്കത്തില്ല, അത് നേരെ ഹൃദയത്തിലേക്ക് പോവാ. ഹൃദയ ഫലകങ്ങളില് ഈ വചനം. അതുകൊണ്ട് നാവിലും ഹൃദയത്തിലും വചനമുണ്ട്. ഹൃദയത്തിലുണ്ടെങ്കിൽ നാവിലുണ്ട്, നാവിലുണ്ടെങ്കിൽ ഹൃദയത്തിലുണ്ട്. വായിച്ചാൽ ഇത് ഹൃദയത്തിൽ ചൊല്ലും, ഹൃദയത്തിലുണ്ടെങ്കിൽ ഇത് പറയാൻ പറ്റും. അല്ല വായിച്ചിങ്ങനെ പോയിട്ട് കാര്യമൊന്നുമില്ല. ഉൽപ്പത്തി മുതൽ വായിക്കണം. ഒരു 2-3 പ്രാവശ്യം വായിക്കുമ്പോൾ ഏകദേശം നമ്മൾ ചെയ്യുന്ന അനീതിയെല്ലാം നമുക്ക് വെളിപ്പെടും. ഇത് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് ശരിയാ 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 എന്ന് പറഞ്ഞുകൊണ്ട് മരണം വരെ പോയാൽ നമുക്ക് ഈ രക്ഷ ലഭിക്കപ്പെടുമോ? ക്രിസ്തുവിലൂടെ പിതാവ് നൽകിയിരിക്കുന്ന നിത്യമായ രക്ഷ, നിത്യമായ അനുഗ്രഹം, നിത്യമായ സമൃദ്ധി നിനക്ക് ലഭിക്കപ്പെടത്തില്ല. അതുകൊണ്ട് അനീതിയെ ഉപേക്ഷിക്കുവാൻ പൗലോസ് ശ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തുന്നോട് സ്തുതിച്ചേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? സ്വരം ഉയർത്തി വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അവിടെ എവിടെയുണ്ട്? ഹൃദയത്തിലുണ്ട്, അധരത്തിലുണ്ട്. ഹൃദയത്തിൽ ഇല്ലെങ്കിൽ ഈശോയെന്ന് ആദ്യമായിട്ട് വരുന്ന ഒരാളോട് ഈശോയെന്ന് വിളിക്കാൻ പറഞ്ഞാൽ എളുപ്പമൊന്നുമല്ല, എളുപ്പമല്ല. വിളിക്കാൻ പരിചയമില്ലാത്ത ഒരാളോട് വിചാരിച്ചു പള്ളിയിലൊക്കെ പോവും, പക്ഷേ ഈശോയെന്ന് വിളിച്ചിട്ടില്ല ജീവിതത്തിൽ. അങ്ങനെ ഒരാൾക്ക് പെട്ടെന്ന് വിളിക്കാൻ പറ്റത്തില്ല. കാരണം ഹൃദയത്തിലില്ല. ഹൃദയത്തിലുണ്ടെങ്കിലേ അധരത്തില് വെളിപ്പെടത്തുള്ളൂ. അധരത്തിൽ വന്നാലേ ഹൃദയത്തില് രേഖപ്പെടുത്തുള്ളൂ. വായിച്ചാലേ ഉള്ളിലേക്ക് കടന്നു ചെല്ലത്തുള്ളൂ. ഉള്ളിലുണ്ടെങ്കിലേ പുറത്തോട്ട് വരത്തുള്ളൂ. നിന്റെ മരണസമയത്ത് നിനക്ക് ഈശോയെന്നൊന്ന് വിളിക്കണമെങ്കിൽ നിന്റെ ഹൃദയത്തില് യേശു വന്ന് രാജാവായിട്ട് വസിക്കണം. കരമുയർത്തി ഒന്ന് സ്തുതിച്ചേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും, യേശു കർത്താവാണെന്ന് നാവ് കൊണ്ട്. അതുകൊണ്ട് നമ്മൾ വിളിക്കുന്നത് ഈശോയെ എന്ന് വിളിക്കുന്നത് എന്തിനാ? ചില ഈ ബ്രദർ എന്തിനാ ഈ മുഴുവൻ നേരം ഈശോയെ ഈശോയെ എന്ന് ഇതെന്തിനാ വിളിക്കുന്നത്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും അവനെ മരിച്ചു വരുന്നു ദൈവം ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിച്ചു. നീ ഈശോയെന്ന് വിളിക്കുമ്പോ ഈശോ മരിച്ചു വരുന്നെന്ന്, പിതാവായ ദൈവം മരിച്ചു വരുന്നെന്ന്, യേശുവിനെ ഉയർപ്പിച്ചു എന്ന് നീ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നീ രക്ഷ പ്രാപിക്കും. ഈ ഉയർത്തെഴുന്നേറ്റ യേശു എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന് എൻ്റെ ഉള്ളില് യേശു വാസം ഉറപ്പിക്കും. കരമേർക്കുന്നുണ്ട്, സ്തുതിച്ചോ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടെ വന്ന് വിളിക്കാം, ഈശോയെന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും പിതാവ് പുത്രനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിച്ചു. ദൈവത്തിൻ്റെ രക്ഷ, ദൈവത്തിൻ്റെ സൗഖ്യം, ദൈവത്തിൻ്റെ സമാധാനം, ദൈവത്തിൻ്റെ ഐശ്വര്യം നമ്മളിലേക്ക് വ്യാപരി. ഇതാണ് രക്ഷ. എല്ലാ സമസ്ത മേഖലയിലും ദൈവത്തിൻ്റെ അനുഗ്രഹം വരും. ഇവർ വിശ്വസിക്കാൻ തുടങ്ങി.
വന്നിരുന്ന ഈശോയെന്ന് വിളിച്ചു. എത്ര ആഴ്ചയെന്ന് എനിക്കറിയത്തില്ല. 12 വർഷമായിട്ട് യൂട്രസിനുള്ളിൽ മുഴയുള്ള സഹോദരി പറഞ്ഞ സാക്ഷ്യം എന്താ? ശരീരത്തിൽ കരണ്ടടിക്കുന്നത് പോലെ ഹൃദയത്തില് വിശ്വാസം നിറഞ്ഞപ്പോ ശരീരത്തില് അത് പ്രകടമായി, ക്രിസ്തു സാന്നിധ്യം പ്രകടമായപ്പോ അവളില് രക്ഷകന്റെ രക്ഷയുടെ സാന്നിധ്യം വെളിപ്പെട്ടു. അവൾ സൗഖ്യം പ്രാപിച്ചു. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അപ്പൊ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും അവനെ ദൈവം മരിച്ചു വരുന്നു, ദൈവം അവനെ മരിച്ചു വരുന്നു, ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിച്ചു. ഒത്തിരി കാര്യമൊന്നുമില്ല രക്ഷ പ്രാപിക്കണമെങ്കിൽ, ഒത്തിരി കാര്യമില്ല. കാരണം നീ അനീതി, പരിശുദ്ധാത്മ വർണ്ണം, നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ഒക്കെ പരിശുദ്ധാത്മം. പാപം വെച്ചുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കത്തില്ല. വെറുപ്പും വിദ്വേഷം വെച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെടാൻ സാധ്യമല്ല. അനീതി പ്രവർത്തിച്ചുകൊണ്ട് രക്ഷ അനുഭവിക്കാനായിട്ട് സാധ്യമല്ല. ഈ ഓരോ സൗഖ്യങ്ങളും ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? കുറേ ആഴ്ച വന്ന് ഭയങ്കര പ്രശ്നമായിട്ട് വരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു അപ്പം വന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിട്ട് കരയുക, ഭയങ്കര വിഷമത്തോടെ വരുന്നത്. എന്നോട് ഞാൻ കുവൈറ്റ് ജോലി ഇഷ്ടംപോലെ പൈസയൊക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ 2 മക്കൾക്കും ക്യാൻസർ രോഗമാണ്. ഒരെണ്ണം ഒരു +2 കഴിഞ്ഞ് അത്ര ഒരു ജോലിയിലിട്ട് കയറി കാണും, +2 അല്ല ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് ജോലി കയറി കാണും. മറ്റേ കൊച്ചിന് ഒരു 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ അങ്ങനെ ഒരു ഇത്രയും പ്രായമുള്ളൂ. 2 കുഞ്ഞുങ്ങളുടെയും തൈറോയിഡ് ഗ്രന്ഥിക്കകത്ത് ക്യാൻസർ രോഗത്തിൻ്റെ ആ അണുക്കള് വെളിപ്പെട്ടിരിക്കുക. 2 പിള്ളേരേ ഉള്ളൂ. രക്ഷ കാണുകയാ രക്ഷകനെ. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇത് എന്തുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക്. ഇത് 2 പിള്ളേർക്കും ഈശോയിലേക്ക് അടുക്കാൻ ഒരുവനുണ്ടല്ലോ എന്നുള്ള തോന്നൽ വേണ്ടെന്ന് ഈശോ പറയുക. ആരുമില്ല. ഇത് 2 നഷ്ടപ്പെടാൻ സാധ്യതയിരിക്കെ എല്ലാം അപേക്ഷിച്ച് അവനിലേക്ക് ചേർക്കപ്പെടുവാൻ, ഹൃദയം ചേർക്കപ്പെടുവാൻ, അവൻ വചനത്തിൽ ജീവിക്കുവാൻ, അപ്പനെ വീണ്ടെടുക്കുവാൻ, കുടുംബത്തെ വീണ്ടെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രശ്നം വരുമ്പോഴല്ല വിളിക്കണ്ടേ. നീ രക്ഷ അനുഭവിക്കണോ? നീ രക്ഷപ്പെടണോ? നീ എല്ലാ അനീതിയുടെ പ്രവർത്തികളിൽ നിന്നും നീ മോചിതനായി. ഈ അനീതി പ്രവർത്തിച്ച് കർത്താവിന് ഇറങ്ങി വരാൻ പറ്റത്തില്ലെന്നേ. കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. വിശ്വാസമില്ല. ഈശോ എന്ന് വിളിക്കാൻ നമുക്ക് വിശ്വാസം കിട്ടത്തില്ല. എല്ലാം ഉപേക്ഷിക്കും. ലോകത്തിലുള്ള സകല വസ്തുക്കളോടുള്ള സ്നേഹം പോകും. എന്നിട്ട് നമ്മൾ ഈശോ മതി. ഈശോ കൂടെ ഉണ്ടെങ്കിൽ പിതാവായ ദൈവം പുത്രനോട് പറഞ്ഞത് അന്നൊന്നു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. അതാണ് ഉറപ്പ്. പ്രലോഭനങ്ങളിൽ അകപ്പെടത്തില്ല. പിന്നെ ശത്രുക്കളോട് നിരുപാധികം ക്ഷമിക്കാൻ കൃപ കിട്ടും. വിശുദ്ധി ജീവിക്കാനായിട്ട് ദൈവം കൃപ തരുക. ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ വചനാനുസരിച്ച് ജീവിക്കുവാൻ ദൈവം കൃപ തരും. എന്തുകൊണ്ടെന്നാൽ മനുഷ്യ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ അധരം കൊണ്ട് ഏറ്റുപറയും, തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യും. വിശ്വസിക്കുമ്പോൾ നീതീകരിക്കപ്പെടും. വചനം വിശ്വസിക്കുകയോ? വചനം കേട്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ തെറ്റുകയോ? ഇല്ല. ആ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടു. വചനം നമ്മളെ ഭയം വരും, ദൈവം ഭയം വരുക. ഇത് ചെയ്താൽ എനിക്ക് കുഴപ്പമാണ്, ഞാൻ ഈ സഹോദരിയോട് ഈ സഹോദരനോട് ഇങ്ങനെ കാണിച്ചാൽ ഇത് തെറ്റാണ്, ദൈവസന്നിധിയിൽ അനീതിയാണെന്നുള്ളൊരു ബോധ്യം ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നീതീകരിക്കപ്പെടും. അവിടുത്തെ വചനത്താൽ, ആ കേട്ട വചനത്താൽ നീ നീതീകരിക്കപ്പെടും. അപ്പൊ വചനത്താലാണ് നീതീകരിക്കപ്പെടുന്നത്. വചനം വായിക്കുമ്പോൾ തെറ്റ് മനസ്സിലാകുമ്പോൾ ആ വചനത്താൽ ആ വ്യക്തി വിശുദ്ധീകരിക്കപ്പെടുകയാണ്. വചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മ ബോധ്യം തരിക, മോനെ ശരിയാണോ, തെറ്റല്ലേ കാണിക്കുന്നത്. അപ്പൊ ശരിയാകാനുള്ള ആഗ്രഹം അത് കൊടുക്കുന്ന പരിശുദ്ധാത്മാവാ. ആ വചനത്തിൽ ജീവിക്കാനുള്ള ആഗ്രഹം, ആ വചനത്താൽ ആ വ്യക്തി നീതീകരിക്കപ്പെടുന്നു, വിശുദ്ധീകരിക്കപ്പെടുക. പിന്നെ തെറ്റ് ചെയ്യുന്നില്ല. കാരണം തെറ്റ് ചെയ്താൽ ശിക്ഷാവിധിയിലൂടെ കടന്നു പോകും. അല്ല, ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടത്തില്ല, ദൈവത്തിന്റെ ജീവൻ കിട്ടത്തില്ല. ഈശോ എൻ്റെ ഉള്ളിലുണ്ട്, പക്ഷെ എനിക്ക് സൗഖ്യം കിട്ടുന്നില്ല. ഈശോ എൻ്റെ ഉള്ളിലുണ്ട്, പക്ഷെ സമാധാനം കിട്ടുന്നില്ല. കാരണം
ഞാൻ ദൈവത്തിന്റെ വചനത്തിനനുസരിച്ചല്ല ജീവിക്കുന്നത്, അവനിൽ എനിക്ക് വിശ്വാസമില്ല. യഥാർത്ഥ വിശ്വാസി അവനിൽ വിശ്വസിക്കുമ്പോ അവനുള്ള വിശ്വാസം നിമിത്തം നാം നീതീകരിക്കപ്പെടുന്നു. അതാണ് വചനം പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. വീണ്ടും നമ്മൾ സാക്ഷ്യം വഹിക്കുമോ? വചനം പിന്നെ പറയാൻ തുടങ്ങുമോ? ചെയ്യൊരു അനീതി പ്രവർത്തിക്കരുത്. സ്റ്റെഫാനോസ് പോകുന്നൊരു കാര്യമുണ്ട്. ആ ദേശത്തോട് യഹൂദരുടെ ഇടയിലേക്ക് എന്ന് വചനം പ്രഘോഷിക്കുമ്പോൾ അനീതി ചെയ്യരുത്, തിന്മ പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവവചനം പ്രഘോഷിച്ചുകൊണ്ട് സ്റ്റെഫാനോസ് ചെല്ലുമ്പോൾ ആ സ്റ്റെഫാനോസിനെ ആദ്യത്തെ രക്തസാക്ഷിയായി മാറുന്നത് അവനെ കല്ലെറിഞ്ഞു കൊന്നു. അവിടെ രക്ഷയുണ്ടോ? പക്ഷെ രക്ഷയ്ക്ക് വേണ്ടി സ്റ്റെഫാനോസ് പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ ഉടുതുണി പോലെ കൊണ്ടുവച്ചിരിക്കുന്ന സാവൂളിന്റെ കാൽക്കീഴിൽ ആ ഉടുതുണിയിലുള്ള അഭിഷേകം അവനിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ, അവനെ ആ പാപത്തിന്റെ ബന്ധനത്തിൽ അകപ്പെടുത്തരുത്, അവനെ നീതീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോ കുതിരപ്പുറത്ത് പോകുമ്പോ സകല അധികാരവും മേടിച്ചുകൊണ്ട് ദമാസ്കസിൽ നിന്ന് കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമ്പോ ദൈവത്തിന്റെ നീതി അവനിലേക്ക് വ്യാപരിക്കപ്പെട്ട അവൻ ദൈവത്തിന്റെ വചനത്താൽ നീതീകരിക്കപ്പെട്ട അവൻ ക്രിസ്തു സാന്നിധ്യമായിട്ട് ദൈവവചന പ്രഘോഷകനായിട്ട് മാറുകയാണ് ചെയ്തത്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യം മനസ്സിലായി. ഞാൻ എൻ്റെ വീഴ്ചയ്ക്ക് കാരണമെന്ന് നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ്. നീ വചനത്തിനെതിരായിട്ട് നിലനിന്നുകൊണ്ടും വചനം പ്രഘോഷിക്കുന്നവരെ പീഡിപ്പിച്ചുകൊണ്ടും നീ യാത്ര തുടരുമ്പോ നീ ആരെ പീഡിപ്പിക്കുന്നത്? ക്രിസ്തുവിനെയാണ്, ദൈവത്തെയാണ് നീ പീഡിപ്പിക്കുന്നത്. ഒരു ആത്മീയ ശുശ്രൂഷയെ തടസ്സപ്പെടുത്തുമ്പോ അല്ലെങ്കിൽ ആത്മീയ ശുശ്രൂഷ എന്നവരെ പീഡിപ്പിക്കുമ്പോ ആരെയാണ് പീഡിപ്പിക്കുന്നത്? യഥാർത്ഥത്തിലുള്ള ക്രിസ്തുവിനെ, ദൈവത്തെ, സൃഷ്ടാവായ ദൈവത്തെയാണ് നീ പീഡിപ്പിക്കുന്നത്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരുന്നില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. യഹൂദനെന്നും ഗ്രീക്കുകാരും തമ്മിൽ വ്യത്യാസമില്ല, ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്, വേർതിരിവില്ല. ഏത് കുലത്തിലോ വംശത്തിലോ പെട്ടവനാണെങ്കിലും വചനം കേട്ട് ആ വചനത്തിൽ വിശ്വസിച്ച് ആ വചനത്താൽ നീതീകരിക്കപ്പെട്ടാൽ അവൻ രക്ഷ പ്രാപിക്കും. അവിടെ ഗ്രീക്കുകാരെന്നോ വിജാതിയനെന്നോ ഒന്നും അവിടെ വേർതിരിവൊന്നുമില്ല. ആര് വിളിച്ചു, ആര് കേൾക്കാൻ തയ്യാറാകുന്നു, ആര് പ്രഘോഷിക്കുവാൻ തയ്യാറാകുന്നു, ആര് പാപത്തെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു, അവരെല്ലാം രക്ഷ പ്രാപിക്കുമെന്ന് പൗലോസ് ശ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേൽ അവിടെ തന്റെ സമ്പത്ത് വർഷിക്കുന്നു. ഇന്ന് സാമ്പത്തിക പ്രശ്നമോ? എല്ലാവരും പ്രശ്നം എന്താ? സാമ്പത്തിക പ്രശ്നമാണ്. നീതി പ്രവർത്തിച്ചുകൊണ്ട് നീ അനീതിയെ ഉപേക്ഷിച്ചുകൊണ്ട് നീതീകരിക്കപ്പെടുമ്പോൾ, വചനത്താൽ നീതീകരിക്കപ്പെട്ട് നീ വചനത്തിൽ വിശ്വസിക്കുമ്പോൾ നീ രക്ഷ പ്രാപിക്കും, നീ സമ്പന്നനാകുമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. നമുക്കെന്നെ അധികം സമ്പത്തില്ലാത്തതിന്റെ കാരണം എന്താ? അനീതി പ്രവർത്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവോ? അതുകൊണ്ട് നിനക്ക് സമ്പത്തുണ്ടാവുമോ? കർത്താവിൻ്റെ വചനം ശ്രദ്ധിച്ച്, കർത്താവിൻ്റെ വചനം ഞാൻ ഇങ്ങനെ മതി, ഇങ്ങനെയൊക്കെ ആയാ മതി, ഇതാണ് നീതി എന്ന് ചിന്തിക്കുമ്പോൾ കർത്താവ് പറയുന്നു, കർത്താവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേൽ അവിടെ തന്നെ സമ്പത്ത് വർഷിക്കുന്നു. എങ്ങനെയാ? ഈ കേട്ട വചനം, അതിന് മുമ്പ് കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നീ ജീവിച്ചുകൊണ്ട് നീ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവ് നിനക്ക് തരുന്നത് സമ്പത്താണെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. കരമുയർത്തി സ്തുതിച്ചേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഒരു ഇസ്രായേൽ സമ്പന്നനാകാത്തതിന്റെ കാരണം എന്താ? അനീതി പ്രവർത്തിക്കുക. ഇസ്രായേൽ യുദ്ധം വരുമ്പോഴത്തേക്ക് യഹൂദര് ആ വിലാപമതിലിന്റെ അവിടെ പോയി, അവിടെ സമ്പന്നരാ, പൈസ ഇല്ലാത്തവരല്ല, സമ്പന്നരായിട്ടുള്ള ആളുകള് മതിലില് ആ കല്ലില് തലയിടിച്ച് പ്രാർത്ഥിക്കുക. അപ്പൊ ചുമ്മാ ഒരു പ്രാർത്ഥനയൊന്നുമല്ല, അവർക്കറിയാം ഇസ്രായേൽ ചെറിയ സ്ഥലമാണ്, അപ്പൊ ഒറ്റ ബോംബിട്ട തീരാനുള്ള കേസുകെട്ടേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വസിക്കുന്ന ഇവര് രക്ഷയ്ക്കായിട്ട് രക്ഷകനായ ദൈവത്തോട് അവർ പ്രാർത്ഥിക്കുക. എവിടെയാ? ഈ കല്ലിന്മേൽ തലയിടിച്ചുകൊണ്ട്, പാപിയാണ് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണേന്ന്, ദൈവമേ ഞങ്ങളെ രക്ഷിക്കണേന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേല് അവിടെ യഹൂദര് ആ കല്ലിന്മേല്, ആ ദേവാലയത്തിന്റെ കല്ലുമേല് അവര് തലയടിച്ച് പ്രാർത്ഥിക്കുക. ഇതാണ് പ്രാർത്ഥന.
അതുകൊണ്ട് യുദ്ധം വന്നാൽ വല്ല പ്രശ്നമുണ്ടോ അവർക്ക്? ഒരു പ്രശ്നവുമില്ല. ദൈവമായ കർത്താവ് എന്താ പറയുന്നത്? അനീതി പ്രവർത്തിക്കരുത്, നീതി പ്രവർത്തിച്ചുകൊണ്ട് വിളിച്ച് പ്രാർത്ഥിച്ചു, നിനക്ക് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തന്റെ സമ്പത്ത് വർഷിക്കുന്നു. എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. അനീതി പ്രവർത്തിക്കാതെ ദൈവത്തിൽ വിശ്വസിച്ചാണ്. അവിടെ വിവചനം പറയും, ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിച്ചു. വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമ്പത്ത് വരുമോ? വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഈ കാലിൽ മുഴ പോയ അവരുടെ കുടുംബത്തിൽ കുറേയേറെ കടബാധ്യതകളായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ കടബാധ്യത മാറാൻ തുടങ്ങി. അതിനിടയ്ക്ക് ഒരു വലിയ സൗഖ്യം കൊടുത്തു. അതിനുശേഷം വീണ്ടും വിശ്വാസത്തിലേക്ക് കുടുംബത്തെ കൊണ്ടുവന്ന് വീണ്ടും രക്ഷപ്പെടുത്തുക. അപ്പൊ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവം എന്തൊരു സമ്പത്ത് തരും. പ്രിയപ്പെട്ടവരെ, അവർ വരുമ്പോൾ അവർക്ക് ആദ്യത്തെ ആ ഒരു അയൽക്കൂട്ടത്തിൽ നിന്ന് എടുത്തിട്ട് അവർക്ക് ആ പൈസ അടയ്ക്കാൻ നിവൃത്തിയില്ല. ഭർത്താവിനും നിവൃത്തിയില്ല, ഭാര്യയ്ക്കും നിവൃത്തിയില്ല. എനിക്കറിയാം, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവർക്ക്. അവർ ചെന്ന് സ്ട്രക്കായിട്ട് നിൽക്കുക. ഇത് അടച്ചില്ലെങ്കിൽ അവരുടെ കടബാധ്യത മുന്നോട്ട് പോകും. കർത്താവ് പറഞ്ഞ് സഹായിക്കാൻ പറഞ്ഞവരെ. ആ സമയത്ത് അവരെ സഹായിക്കുവാൻ പരിശുദ്ധാത്മാവ് അവരോട് ദൈവം കരുണ കാണിക്കും. നീ ചെയ്യാൻ പറഞ്ഞവർക്ക് ചെയ്തു. അവരുടെ ആ പ്രശ്നം, അന്ന് ഉള്ള പ്രശ്നം പരിഹരിച്ചു കൊടുത്തപ്പോ, ആ തട മാറ്റി കൊടുത്തു കഴിഞ്ഞപ്പോ അവരുടെ ജീവിതത്തിലേക്ക് പെരുമഴ പോലെ ദൈവത്തിന്റെ അനുഗ്രഹം വരാൻ തുടങ്ങി. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ചില കാര്യങ്ങൾ അറിയുന്ന ഇപ്പൊ ഭാര്യ കേൾക്കുമ്പോൾ അയ്യോ ഇദ്ദേഹം എങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, വീട്ടിൽ പോലും അറിയത്തില്ല. വീട്ടിൽ പോലും അവർക്ക് പോലും അറിയത്തില്ല ഞാൻ എന്താ ചെയ്തെന്ന്. കാരണം സ്വർഗം പറയാ, ആ തട മാറ്റിക്കളയുന്നില്ല എങ്കിലോ ഈ കരുണ, ഈ സ്നേഹം അവരിലേക്ക് വ്യാപരിക്കപ്പെടത്തില്ല എന്ന് പരിശുദ്ധാത്മ വ്യക്തമായി പറഞ്ഞു. നീ അവരെ സഹായിക്കണം എന്ന് പരിശുദ്ധാത്മാവ് താക്കീത് നൽകി. ഇവിടെ അതാണ് ദൈവം. പ്രവാചക, നീ പ്രവചിച്ചില്ലെങ്കിൽ നിനക്ക് ദുരിതം. സഹായിക്കാൻ പരിശുദ്ധ സ്വർഗം പറയുമ്പോ സഹായിച്ചില്ലെങ്കിൽ നിനക്ക് ദുരിതം. അതാ തുറന്നു കൊടുക്കുവോ? അതാ ദൈവത്തെ വിശ്വസിക്കാൻ. എവിടെയോ കടന്നവരാ, എനിക്ക് യാതൊരു പരിചയവുമില്ല. കർത്താവിൻ്റെ ആത്മാവ് അവരെ കൂട്ടിക്കൊണ്ടുവരുക. എന്നിട്ട് കർത്താവ് അവർ പ്രവർത്തിക്കുമോ? അദ്ദേഹം വരെ അന്നേ വരെ കിട്ടത്തില്ലാത്ത ചില വഴികൾ തുറക്കപ്പെടുക. ജീവിതത്തിൽ ചില വഴികൾ തുറന്ന് അതിലൂടെയൊക്കെ വരുക, സമ്പത്ത് ഒഴുകി ഇറങ്ങി വരുക. ഇവിടെ വചനം പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ. യഹൂദനെന്നോ ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേൽ അവിടെ തന്റെ സമ്പത്ത് വർഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ആത്മാവിന്റെ നിറവിൽ വിളിക്കാമോ? അത്യുന്നതനായ ദൈവത്തെ വിളിക്കാമോ? സർവശക്തനായ ദൈവത്തെ വിളിക്കാമോ? നമ്മുടെ ജീവിതത്തിലെ കർത്താവ് വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് പക്ഷെ മാറണം. ഞാൻ സഹോദരി ആ സഹോദരി അറിയത്തില്ല, വിജാതീയ സഹോദരിയാ. അപ്പൊ ആ സഹോദരി സമ്പത്തുണ്ടാക്കാനുള്ള വ്യഗ്രതയാ. ബ്രദറെ, ഞാൻ അവിടെ പോകട്ടെ, ഞാനൊരു ഇന്റർവ്യൂ ആയിട്ട് ഇവിടെ പോകട്ടെ. ഞാൻ പറഞ്ഞു, നീ എങ്ങും പോകുന്നില്ല. നീ കർത്താവിന്റെ സന്നദ്ധി, ഞാൻ പറയുന്നത് നീ അനുസരിക്കാമെന്ന് ചോദിച്ചു. നീ കർത്താവിന്റെ സന്നദ്ധി നിന്റെ ഭർത്താവിനെയും കൂട്ടി നിന്റെ മക്കളെയും കൂട്ടിക്കൊണ്ട് നീ കർത്താവിന്റെ സന്നിധി ഒന്ന് അടയിരിക്കാൻ പറഞ്ഞ പെൺകുട്ടി അനുസരിച്ചു. പ്രിയപ്പെട്ടവരെ, അവൾ വചനം വായിക്കാൻ തുടങ്ങി, അവൾ പ്രാർത്ഥന കേൾക്കാൻ തുടങ്ങി. ദാനിയേലിനെ പോലുള്ള അച്ഛന്മാരുടെ ടോക്ക് ഇവൾ കേൾക്കാൻ തുടങ്ങി. വെള്ളിയാഴ്ചകളിൽ ഇവൾ വന്ന് പ്രാർത്ഥന കൂടാൻ തുടങ്ങി. അവൾ വചനം കേൾക്കാൻ തുടങ്ങി. അവളുടെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടു വന്നു. ഭർത്താവ് വന്ന് വചനം കേട്ടു. മദ്യപാനിയായിരുന്നു. മദ്യപാനം അദ്ദേഹത്തെ വിട്ടൊഴിഞ്ഞു പോയി. അതിനുശേഷമാണ് സമൃദ്ധി വന്നത്. കർത്താവിന്റെ വചനം യേശുവോട് പറയുന്നുണ്ട്, മദ്യപാനി ദാരിദ്ര്യത്തിൽ അകപ്പെടുമെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. തിരിച്ചറിയുമ്പോ ഇത് പാപമാണെന്ന് തിരിച്ചറിയുമ്പോ ആ വചനത്താൽ അവൻ നീതീകരിക്കപ്പെട്ട് അവരിലെ പാപം അകന്നു പോയപ്പോ പല വിധത്തിലുള്ള വഴികളിലൂടെ സമ്പത്ത് വരാൻ തുടങ്ങി. ഇനി പാപം ചെയ്ത പോയി. ആ പെൺകുട്ടി എപ്പോഴും പറയും, ബ്രദറെ
പ്രാർത്ഥിക്കാൻ വരും, പറയും ബ്രദറെ പ്രാർത്ഥിച്ചേക്കണേ, ഭർത്താവ് വഴിതെറ്റി പോകാതിരിക്കാനായിട്ട് ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. വഴിതെറ്റിയാ പോയി, അനീതി പ്രവർത്തിച്ചാൽ പോയി. അനീതി പ്രവർത്തിക്കാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ സമ്പത്ത് തരുന്നത് ദൈവമാണ്. നീതി പ്രവർത്തിക്കുന്നവനെ സമ്പന്നനാക്കും, അനീതി പ്രവർത്തിക്കുന്നവനിൽ നിന്ന് സമ്പത്ത് ഒഴിഞ്ഞു പോകും. അപ്പം എന്തുകൊണ്ടാണ് സമ്പത്ത് നിലനിൽക്കാത്തത്, സമ്പന്നനാകാത്തത്? എന്തുകൊണ്ടാണ്? വിശ്വാസക്കുറവ്, നമ്മുടെ വിശ്വാസം ഇതൊക്കെ മതി, വചനം ഇതാ ഇങ്ങനെയാണ്, നീതി എൻ്റെ നീതിക്കനുസരിച്ച് പോട്ടെ, ഇതാണ് നീതി. അല്ല, ദൈവത്തിൻ്റെ നീതി. സുവിശേഷം വായിക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അനീതി എന്നാ നീതി എന്നാന്ന്. പരിശുദ്ധാത്മ വായിക്കും, വചനം നമുക്ക് പറഞ്ഞുതരും, മോനെ ഇത് അനീതിയാണ്, നീതിയാണ്. നമ്മുടെ ഇഷ്ടത്തിന് പോവുക, നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് പോവുക, നമ്മുടെ ചിന്തയ്ക്കനുസരിച്ച് പോവുക. അല്ല, ദൈവത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച്, ദൈവത്തിൻ്റെ ചിന്തയ്ക്കനുസരിച്ച്, ദൈവത്തിൻ്റെ പ്രവർത്തിക്കനുസരിച്ച് ഞാനും നിങ്ങളും പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നമ്മളിൽ, അവിടുന്ന് നമ്മുടെ ഉള്ളിലുണ്ട്, ദൈവമുണ്ട്. ആ ദൈവം നമ്മളിൽ പ്രവർത്തിക്കാൻ തുടങ്ങുക. എന്തുകൊണ്ട് ഉയർച്ച ദൈവം പ്രവർത്തിക്കുന്നില്ല? എന്തുകൊണ്ട് സൗഖ്യം കിട്ടി ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടില്ല? കാരണം ഈ അനീതി എവിടെയോ ഇരിപ്പുണ്ട്. മുഴുവൻ നീതിയാണ്, പ്രവൃത്തി മുഴുവൻ നീതിയുടെ പ്രവൃത്തിയാവുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ എന്നാ കുറവുള്ള, ഈശോയുടെ കൂടെ നടക്കുന്നവർക്ക് എന്താ കുറവുള്ള? എഡ്വിൻ പറഞ്ഞ പോലെ എന്നെ കുറവുള്ള വൃത്തരെന്ന് ചോദിച്ചു. ഈ കോവിഡിൻ്റെ സമയത്തൊക്കെ പാട്ടല്ലേ എഡ്വിനെ, പാട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പാട്ട് ആളുകൾക്ക് പാട്ട് കൊടുക്കും, അത് കമ്പോസ് ചെയ്യും, അത് ട്യൂൺ ചെയ്യും. ഇതൊക്കെ വരുമ്പോൾ ഈ അക്കൗണ്ടിലേക്ക് പൈസ വരുമോ? വലിയ തുകയൊന്നും അല്ല. ആ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ അടിച്ചു പൂട്ടിയിടുമ്പോൾ ശുശ്രൂഷയില്ല, വേറെ ഒന്നും ചെയ്യുന്ന ശുശ്രൂഷകനല്ല, വേറെ എങ്ങും പോകത്തുമില്ല. എൻ്റെ കൂടെ വന്നിട്ട് ഇന്നോളം വേറെ ഒരു ശുശ്രൂഷയിലും പോയിട്ടില്ല. കുറച്ച് സമയമൊക്കെ അങ്ങനെ പോയെങ്കിലും തിരിച്ച് പോന്നു, അവിടുന്ന് പോന്നു. കാരണം അദ്ദേഹത്തിന് അറിയാം ഒരു അഭിഷേകം ഈ ശുശ്രൂഷയിൽ ഉണ്ട്, ഒരു അഭിവൃദ്ധി ഈ ശുശ്രൂഷയിലുണ്ട്, ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുന്നുണ്ട്. അറിയാം, വ്യക്തമായിട്ട് അറിയാം. പറയാം ആ ഒരു കാലഘട്ടം, ചുരുങ്ങിയ ഒരു കാലഘട്ടം, കോവിഡ് പിടിച്ചൊരു കാലഘട്ടത്തിൽ ആർക്കും പൈസ ഇല്ല, പാട്ടാനായിട്ട് പോയിട്ട് കാര്യമില്ല. ഒത്തിരി പാട്ടുകാർ നിലവിളിച്ച് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ വന്നായിരുന്നു. കാരണം ഞങ്ങൾക്ക് പൈസയില്ല. ഓരോ ദൈവിക ശുശ്രൂഷ എന്ന ഒരു വ്യക്തിക്ക് യാതൊരു ബുദ്ധിമുട്ടും ദൈവം ഉണ്ടാക്കുന്നില്ല. ഏത് കോവിഡ് വന്നാലും അവൻ്റെ അക്കൗണ്ടിൽ പൈസ കുറയുന്നില്ല. കാരണം അടിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കരഞ്ഞത് സിനിമാ പാട്ട് ചെയ്യുന്നവരും അങ്ങനെ മറ്റു ലോകത്തിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതരായിരുന്ന ആളുകളാണ് അന്നേരം കരഞ്ഞു പൊയ്യോ ഞങ്ങൾ പെട്ടുപോയി എന്ന് പറയും. പക്ഷെ ആത്മീയ ശുശ്രൂഷ എന്ന ഒരു ആത്മീയ ശുശ്രൂഷകൻ പറയുന്നു ഒരു കുറവും ദൈവം വരുത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. വരുത്തിയിട്ടില്ല. ഞാനൊക്കെ ആ നോട്ട് നിരോധനം വന്ന സമയത്ത്, അപ്പോൾ ആ സമയത്ത് നോട്ട് നിരോധിക്കുക. അപ്പോൾ 1000 ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കാശിരിക്കുന്നത് ഏതൊക്കെ നിരോധിക്കുന്നുണ്ട് അതെല്ലാം. ഈ നിരോധിക്കാത്ത കുറച്ച് നോട്ട് അവിടെ എന്തൊക്കെ മരം വിട്ട്, എൻ്റെ സ്ഥലത്ത് നിന്ന്, എനിക്ക് വീതം കിട്ടിയ സ്ഥലത്ത് നിന്ന് കുറച്ച് മരം വിട്ടി അപ്പന്. എന്നിട്ട് ഈ നോട്ട് നിരോധനത്തിൻ്റെ തലേദിവസം കുറേ ഈ 20 രൂപയും കുറച്ച് 50 രൂപയും കുറച്ച് 100 രൂപയായിട്ട് കുറേ ഏറെ പൈസ അപ്പൻ എൻ്റെ അടുത്തേക്ക് കൊടുത്തുവിട്ടിരിക്കുക. അതിന് പിറ്റേ ദിവസമാണ് നോട്ട് നിരോധിക്കപ്പെടുന്നത്. അപ്പോൾ എല്ലാവരുടെയും പൈസയ്ക്ക് വേണ്ടി എല്ലാവരും ATM-ലേക്ക് ഓടുമ്പോൾ എൻ്റെ കയ്യിൽ സമൃദ്ധമായിട്ട് അപ്പനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പ്രവർത്തിച്ച് ഞാൻ സമ്പന്നനായിരുന്നു. ആ സമയത്ത് കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കോവിഡിൻ്റെ സമയത്ത് അതുപോലെ തന്നെയാണ്. കോവിഡിൻ്റെ സമയത്ത് ഒരാൾ 1 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പുറത്തു പോകാൻ പറ്റത്തില്ല. കാരണം എനിക്ക് കോവിഡ് പിടിച്ചിരിക്കുക, എൻ്റെ മോന് കോവിഡ് പിടിച്ചു. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ തരാനുള്ള 1 ലക്ഷം രൂപ ഇല്ലേ, അതെന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതോട് കൊണ്ടുവന്ന് ഗേറ്റിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ചിന്തിക്കണം, ദൈവം കരുതുന്നത് എത്രമാത്രം ദൈവത്തിൻ്റെ കരുതൽ. ഒരാൾക്ക് കൊടുക്കുന്നു, ആ കൊടുത്ത വ്യക്തി ആ സമയത്ത് തിരിച്ചു തരാനായിട്ട് തയ്യാറാകുന്നു. ദൈവത്തിൻ്റെ ക്രമീകരണമാണ്. ഒരുവൻ ഒരു സമയത്ത് വിഷമിക്കും, അവന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, അവന് സമ്പത്ത് ആവശ്യമുണ്ട്. ആ സമയത്ത് അവന് ദൈവമായ കർത്താവ് അവനെ സമ്പന്നനാക്കും. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുവനെ കരുതുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തെ പ്രഘോഷിക്കുന്നത്, അനുഭവിച്ച ദൈവത്തെ.
ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ ഇന്നോളം സുവിശേഷം എന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ ഇന്നോളം ഒരു പ്രശ്നം ഒരു പ്രശ്നം വരാതെ തമ്പുരാൻ ഉള്ളം കയ്യിൽ എന്ന പോലെ സംരക്ഷിക്കുന്നുണ്ടോ? അപ്രകാരമായിരിക്കണം നമ്മൾ വചനത്തിന്റെ അടുത്ത് പരിശ്രമിക്കണമെന്ന്. വചനം വായിച്ചിട്ട് പ്രാർത്ഥിക്കണം, ദൈവമേ ഇതനുസരിച്ചൊന്ന് ജീവിക്കാൻ എന്നെ ഒന്ന് എനിക്ക് കഴിവ് തരണേ, എനിക്ക് കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കുക. വേറെ ഒന്നും വേണ്ട, സമ്പന്നനാകും. ഇത് സർവ്വസമ്പത്തിന്റെ ഉടയവനായ കർത്താവാ. നമുക്ക് എഴുന്നേൽക്കാം ദൈവസന്നിധിയിൽ പരിപൂർണമായിട്ട് സമർപ്പിക്കാം. ഈശോയുടെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തെ മുഴുവൻ സമർപ്പിക്കാം. നീതിയോടെ വ്യവഹാരം ചെയ്യുവാൻ, നീതിയോടെ വ്യാപരിക്കുവാൻ, നീതിയോടെ ശുശ്രൂഷ ചെയ്യുവാൻ, നീതിയോടെ പ്രവർത്തിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ സഹായിക, ശക്തിപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ. ഒരിക്കൽ കൂടി സ്വരം ഉയർത്തി വിളിക്കാമോ? ഈശോയെ. വിശ്വാസത്തോടെ വിളിക്കാമോ? ഈശോയെ. എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവരെങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കാനല്ലാതെ പ്രസംഗിക്കുന്നില്ലെങ്കിൽ എങ്ങനെ കേൾക്കും? അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരായി തീരുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് സുവിശേഷം മറ്റുള്ളവരിലേക്ക് സദ്വാർത്ത എത്തിക്കുന്നവരായിട്ട് മാറുവാൻ, അനീതി വിട്ട് നീതി പ്രവർത്തിക്കുന്നവരായിട്ട് മാറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസത്തോടെ കരങ്ങൾ മുഴുവൻ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാമോ? ദൈവത്തിന്റെ പുരോഹിതൻ വിശുദ്ധ ജലത്താൽ വിശുദ്ധീകരിക്കുക, അനീതി പ്രവർത്തിക്കുന്നവരെ നീതീകരിക്കുന്ന വിശുദ്ധ ജലം, വിശുദ്ധമായ വചനം ഇത് നിങ്ങളിലേക്ക് വ്യാപരിക്കപ്പെട്ടു കഴിഞ്ഞു. വിശുദ്ധ ജലത്താൽ ഈ ജനത്തെ മുഴുവൻ വിശുദ്ധീകരിക്കുന്നു. കരമേർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വന്തമായിട്ട് സ്തുതിക്കാമോ? ഹല്ലേലൂയ, പോരാ ഉയരട്ടെ, നിങ്ങളുടെ ശബ്ദം ഉയരട്ടെ. സ്വർഗത്തിലെ ദൈവത്തെ, ആ സ്വർഗം വിട്ട് നമ്മളിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തെ വിശ്വാസത്തോടെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. സ്വരമുയർത്തി സ്തുതിക്കുന്നു. അഭിഷേകത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹത്താൽ നിറയപ്പെടുന്ന വലിയ നിമിഷം കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വന്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ ഇത്ര ആളുകൾ നന്നായിട്ട് സ്തുതിച്ച് സ്വരമേർത്തി സ്തുതിച്ച് അഭിഷേകം തരട്ടെ, അഭിഷേകം തരട്ടെ, അഭിഷേകം തരട്ടെ. ദൈവത്തിന്റെ അത്ഭുത ശക്തി ശരീരങ്ങളിൽ വ്യാപരിക്കപ്പെടട്ടെ. ദൈവത്തിന്റെ വചനം വെളിപ്പെടട്ടെ. ദൈവമാകുന്ന ആ വലിയ ദൈവത്തിന്റെ സാന്നിധ്യം, വചനമാകുന്ന ദൈവം നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ച് രോഗങ്ങളുടെ മേല്, തകർച്ചകളുടെ മേൽ, ഇല്ലായ്മയുടെ മേല്, ദാരിദ്ര്യത്തിന്റെ മേല്, പട്ടിണിയുടെ മേല്, സാമ്പത്തിക ക്ലേശങ്ങളുടെ മേല് കർത്താവിന്റെ മഹത്വം, കർത്താവിന്റെ സാന്നിധ്യം, കർത്താവിന്റെ ശക്തി വ്യാപരിക്കപ്പെടട്ടെ. അനീതി ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നീതീകരിക്കപ്പെടുവാൻ, അവന്റെ വചനത്താൽ നീതീകരിക്കപ്പെടുവാൻ, അവന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുവാൻ, യേശുവിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് മനുഷ്യ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ അധരം കൊണ്ട് ഏറ്റുപറയുന്നു, തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. യഹൂദനെന്നോ ഈ ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല, ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ് എന്ന് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേൽ അവിടെ തന്നെ സമ്പത്ത് വർഷിക്കുന്നു. എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കുന്നു. കരമുയർത്തി വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു, അഭിഷേകത്തോടെ വിളിക്കുന്നു, ആത്മാവിന്റെ ശക്തി വിളിക്കുന്നു. നമുക്ക് സമർപ്പിക്കാം, ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാം. സമർപ്പണത്തിന്റെ സമയമാണ്. ആടുമാടുകളുടെ ഇടയന്റെ അധീനതയിലുള്ള എല്ലാത്തിൻ്റെയും 10 കർത്താവിനുള്ളതാണ്.
അത് കർത്താവിന് വിശുദ്ധമാണെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ വിശുദ്ധിയോടെ വ്യാപരിക്കുവാനായിട്ട് ആ വിശുദ്ധ വസ്തു ദൈവസന്നിധിയിലേക്ക് ദശാംശം വിശുദ്ധമാണ്, കർത്താവിൻ്റെതാണ്. അതുകൊണ്ടാണ് വിശുദ്ധമാകുന്നത്. ആടുമാടുകളുടെ ഇടേൻ്റെ അധീനതയുള്ള എല്ലാത്തിൻ്റെയും 10 കർത്താവിനുള്ളതാണ്. നിന്റെ ജീവിതത്തിൽ ദൈവം തരുന്ന സമ്പാദ്യങ്ങളുടെ മേൽ സമൃദ്ധി അതിൻ്റെ 10% കർത്താവിനുള്ളതാണ്. അത് വിശുദ്ധമാണ്, ദൈവത്തിൻ്റെയാണ്. അത് വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുവരുവിൻ. എൻ്റെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാകട്ടെ, സ്വർഗീയ കവാടം തുറന്ന് അനുഗ്രഹം വർഷിക്കയില്ലെന്ന് നിങ്ങൾ പരീക്ഷിച്ചറിയുവിനെന്ന് മലാഖ്യ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാക്കളെ ഓർമ്മപ്പെടുത്തുകയാണ്. വെട്ടുക്കിളികളെ ഞാൻ ശാസിക്കും, അവ നിങ്ങളുടെ ഭൂമിയിലെ ഫലങ്ങൾ നശിപ്പിക്കുകയില്ല, മുന്തിരിച്ചെടികൾ ഫലശൂന്യമാവുകയില്ല. സൈന്യങ്ങൾ കർത്താവ് അരുളി ചെയ്യുന്നു, അനുഗ്രഹീതരെന്ന് ജനതകൾ നിങ്ങളെ വിളിക്കും, നിങ്ങളുടെ ദേശം ആനന്ദത്തിന്റെ ദേശമായിട്ട് മാറും. കരം ഉയർത്തി സ്വരം ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ ഒന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? സമൃദ്ധി ആഗ്രഹിച്ചുകൊണ്ട് വിളിക്കാമോ? സമ്പത്ത് തരുന്നവനെ വിളിക്കാമോ? സമ്പന്നനാക്കുന്നവനെ വിളിക്കാമോ? സമ്പത്ത് നിലനിർത്തുന്നവനെ വിളിക്കാമോ? നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കും. പകരുകയില്ല, എന്നും ഞാൻ കുലുങ്ങുകയില്ല, എന്നും ഞാൻ പകരുകയില്ല, എന്നും ഞാൻ കുലുങ്ങുകയില്ല. നാഥനെന്റെ കൂടെയുള്ളതിനാൽ എന്നും ഞാൻ പകരുകയില്ല. നാഥനെന്റെ കൂടെയുള്ളതിനാൽ എന്നും ഞാൻ പകരുകയില്ല, എന്നും ഞാൻ പകരുകയില്ല, എന്നും ഞാൻ കുലുങ്ങുകയില്ല, എന്നും ഞാൻ പകരുകയില്ല, എന്നും ഞാൻ കുലുങ്ങുകയില്ല. തന്റെ സ്നേഹം കൂടെയുണ്ട്, ഉള്ളിൽ ഭാരമേറിടുമ്പോൾ തന്റെ സ്നേഹം കൂടെയുണ്ട്. വരും കാലമോർത്തു ഞാൻ ഉലകിൽ എന്നെ കാത്തു കാത്തിരിപ്പൂ. വരും കാലമോർത്തു ഞാൻ ഉലകിൽ എന്നെ കാത്തു കാത്തിരിപ്പൂ. എന്നും ഞാൻ പകരുകയില്ല, എന്നും ഞാൻ കുലുങ്ങുകയില്ല, എന്നും ഞാൻ പകരുകയില്ല, എന്നും ഞാൻ കുലുങ്ങുകയില്ല, എന്നും ഞാൻ പകരുകയില്ല, എന്നും ഞാൻ കുലുങ്ങുകയില്ല, എന്നും ഞാൻ പകരുകയില്ല. പിടിച്ച് വിശ്വാസത്തോടെ ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ചേർന്ന് നിലവിളിക്കുന്നു, ഈശോയെന്ന് വിളിച്ച്. കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും, ഗ്രീക്കുകാരെന്നോ യഹൂദനെന്നോ വേർതിരിവില്ലാത്തൊരു ദൈവം, അവിടുത്തെ നാമം ആര് വിളിച്ചപേക്ഷിക്കുന്നോ അവരിലേക്കെല്ലാം രക്ഷ കടന്നു വരികയാണ്. വിശ്വാസത്തോടെ
മാത്രം എൻ ദൈവമേ, ഞങ്ങൾ ഇതുവരെ നീ മാത്രം എന്നേശുവേ. കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ഞങ്ങളിതുവരെ നീ മാത്രം എൻ ദൈവമേ, ഞങ്ങളിതുവരെ നീ മാത്രം എന്നേശുവേ. യഹോവ റാഫയായി, രോഗിയായി മാറിയപ്പോ യഹോവ റാഫയായി. തോൽവികൾ വന്ന നേരം യഹോവ നിസിയായി. തോൽവികൾ വന്ന നേരം യഹോവ നിസിയായി. കരങ്ങൾ നീട്ടിപ്പിടിച്ച് ചേർന്ന് പാടാം. കഴിവല്ല കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ഞങ്ങളിതുവരെ നീ മാത്രം എൻ ദൈവമേ, ഞങ്ങളിതുവരെ നീ മാത്രം എന്നേശുവേ. കൂടെയുള്ളപ്പോ അസാധ്യതകൾ മാറിപ്പോയി. എൽഷദായ് കൂടെയുള്ളപ്പോ അസാധ്യതകൾ മാറിപ്പോയി. ദൈവമേ എബനേസർ എൻ ദൈവമേ, എന്നെ കരങ്ങളിൽ വഹിച്ചവനേ. എബനേസർ എൻ ദൈവമേ, എന്നെ കരങ്ങളിൽ വഹിച്ചവനേ. കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ഞങ്ങളിതുവരെ നീ മാത്രം എൻ ദൈവമേ, ഞങ്ങളിതുവരെ നീ മാത്രം എന്നേശുവേ.
യേശുവേ ആരാധന 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 യേശുവേ. കരങ്ങൾ വീശിക്കൊണ്ട് ആരാധന 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 യേശുവേ 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 ഞാനായിരിക്കുന്ന അവസ്ഥയിൽ നിന്നല്ലാതെ എന്നെ രക്ഷിക്കുവാൻ മറ്റാർക്കും സാധ്യമല്ല. ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. വചനത്താൽ നീതീകരിക്കപ്പെട്ടു അവിടുത്തെ സാന്നിധ്യത്താൽ അവിടുത്തെ നാമത്താൽ രക്ഷ പ്രാപിക്കുവാൻ വിശ്വാസത്തോടെ എന്റെ ജീവിതത്തിൽ ഇടപെടണം. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയൂ. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് നീ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. പ്രാർത്ഥിച്ചു. ഈ വലിയ രക്ഷ, ഈ വലിയ സൗഖ്യം, ഈ വലിയ സമാധാനം കർത്താവേ എനിക്ക് നൽകണമേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിച്ചു. പൗലോസ് പറഞ്ഞ വചനം ഓർത്തേ 10:3 റോമാലേഖനം 10:3. എന്നാൽ ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞരായതുകൊണ്ടും തങ്ങളിൽ തന്നെ നീതി സ്ഥാപിക്കുവാൻ വ്യഗ്രത കാണിച്ചതുകൊണ്ടും ദൈവനീതിക്ക് അവർ കീഴ്വഴങ്ങിയില്ല. വിശ്വസിക്കുന്ന ഏതൊരുവനും നീതീകരിക്കപ്പെടുന്നത് ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ദൈവവചനത്താലാണ് നീതീകരിക്കപ്പെടുന്നത്. ദൈവ സാന്നിധ്യത്താൽ നീതീകരിക്കപ്പെടുകയാണ്. ആ വചനത്തിൻ്റെ സാന്നിധ്യത്തിൽ നീതീകരിക്കപ്പെടുകയാണ്. അനീതി പ്രവർത്തിച്ച കരങ്ങളാണ് കർത്താവേ. നീതി പ്രവർത്തിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളുടെ ആത്മാവിനോട് ചേരണം. നമ്മുടെ ശരീരത്തെ കൊണ്ട് നീതി പ്രവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. നീതിയുടെ പ്രവൃത്തി നമ്മൾ ചെയ്യും. അനീതിയോട് വിട പറയും. ആഗ്രഹിച്ച് പരിശുദ്ധാത്മ വന്നു കഴിയുമ്പോൾ പാപത്തെക്കുറിച്ചും, പരിശുദ്ധാത്മ വന്നു കഴിയുമ്പോൾ നീതിയെക്കുറിച്ചും, പരിശുദ്ധാത്മ വന്നു കഴിയുമ്പോൾ ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കർത്താവേ, ഞങ്ങൾ അനീതി പ്രവർത്തിച്ചവർ, ഞങ്ങളുടെ പിതാക്കന്മാരും അനീതി പ്രവർത്തിച്ചിട്ടുണ്ട്, അവരുടെ വഴികളിലൂടെ സഞ്ചരിച്ചവരാണ് ഞങ്ങള്. അനീതി പ്രവർത്തിച്ചിട്ട് അതാണ് ശരിയെന്ന് പലപ്പോഴും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കർത്താവേ, ഞങ്ങളെ നീതീകരിക്കണമേ. അവിടുത്തെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ചിട്ടുണ്ട്. ഞങ്ങൾ തീഷ്ണതയുള്ളവരാണ്, പക്ഷെ ഞങ്ങൾ അനീതിയുടെ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ പ്രാർത്ഥനയ്ക്ക് ഫലം ചൂടുന്നില്ല. കാരണം അനീതിയാണ് എന്ന് പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുകയാണ്. ദമാസ്കസിലേക്കുള്ള യാത്ര, അധികാരപത്രം മേടിച്ചു. നീതിയായിട്ട് ജീവിക്കുന്നവരെ നശിപ്പിച്ചു കളയുവാൻ, നീതിയുടെ വചനങ്ങളെ ഇല്ലാതാക്കുവാൻ വേണ്ടി അപ്പസ്തോലൻ യാത്ര പുറപ്പെട്ടു എന്നാണ് അപ്പസ്തോല പ്രവർത്തനം നമ്മളെ ഓർമ്മപ്പെടുത്തും. അനീതിയുടെ വടിയിൽ നിന്ന് നീതീകരിച്ചത് സ്റ്റെഫാനോസിന്റെ ആ വലിയ പ്രാർത്ഥനയാണ്. എന്നെ കല്ലെറിയുമ്പോൾ ഉണ്ടാകുന്ന ആ പാപം, ഞാൻ മരിച്ചു വീഴുമ്പോൾ ഉണ്ടാകുന്ന ആ പാപം അവരുടെ മേൽ ചുമത്തരുത് എന്ന് ദൈവസന്നിധിയിൽ നീതിക്ക് വേണ്ടി ആദ്യമേ പ്രാർത്ഥിച്ച ആദ്യത്തെ രക്തസാക്ഷിയായ സ്റ്റെഫാനോസിന്റെ പ്രാർത്ഥനയിലൂടെയാണ് അവിടെ നീതീകരണം സംഭവിക്കുന്നത്. നീ പീഡിപ്പിക്കുന്നത്
ക്രിസ്തുവിനെയാണ് നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. അനീതി പ്രവർത്തിക്കുന്ന ഓരോ മകനും മകളും പീഡിപ്പിക്കുന്നത് ക്രിസ്തുവിനെയാണ്. തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് കർത്താവേ, അനീതി പ്രവർത്തിച്ച ഈ കരങ്ങളെ അവിടുത്തെ വചനത്താൽ, അവിടുത്തെ സാന്നിധ്യത്താൽ, അവിടുത്തെ ശരീരത്താൽ, അവിടുത്തെ ആത്മാവിനാൽ, അവിടുത്തെ ജീവനാൽ അവിടുന്ന് നീതീകരിക്കണമേ എന്ന് ഓരോ മകനും മകളും ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അമ്മായിയമ്മ മരുമകളോട്, അമ്മായിയപ്പൻ മരുമകളോട്, അമ്മ അപ്പൻ മക്കളോട്, സഹോദരങ്ങളോട് അനീതി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തമ്പുരാന്റെ സന്നിധിയിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കും. ഏതെങ്കിലും വ്യക്തിയോട്, അനാഥരോട്, വിധവകളോട്, പരദേശിയോട് അനീതി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നീ ഭൂമിയിൽ ശപിക്കപ്പെട്ടവനാണെന്ന് നിയമാർത്ഥന പുസ്തകത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച ഈശോയെ, നീ നിന്റെ മാതാപിതാക്കളോട് അനീതി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നീ ശാപഗ്രസ്തനാണെന്ന് പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം നമ്മളെ ഓർമ്മപ്പെടുത്തും. നിന്റെ അമ്മയോട്, നിന്റെ അപ്പനോട് അവരുടെ വാർദ്ധക്യത്തിൽ അവരിൽ നിന്ന് കണ്ണുനീര് വീണിട്ടുണ്ടെങ്കിൽ നീ അനീതി പ്രവർത്തിച്ചവനാണ്. നീ വാർദ്ധക്യത്തിൽ അവരെ ശുശ്രൂഷിച്ചിട്ടില്ല എങ്കിൽ, അവർക്ക് ആവശ്യമായി ചെയ്തു കൊടുത്തിട്ടില്ല എങ്കിൽ നീ തീർച്ചയായും അനീതി പ്രവർത്തിച്ച വ്യക്തിയാണ്. നിന്റെ സഹോദരിയോട്, നിന്റെ സഹോദരനോട്, ആരോരില്ലാത്തവരോട് നീ അനീതി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നീ ശാപഗ്രസ്തനാണ്. കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ഈശോയെ, ഈ ശാപത്തെയാണ്, ഈ പാപത്തെയാണ് 2000 വർഷങ്ങൾക്കപ്പുറം കാൽവരിയുടെ നെറുകയില് മരക്കുരിശില് ശാപഗ്രസ്തരായവരെ, പാപം ചെയ്തവരെ തറയ്ക്കുവാൻ വേണ്ടി കരുതി വെച്ചിരിക്കുന്ന കള്ളന്മാരെ പോലും തറയ്ക്കാനായിട്ട്, അനീതി പ്രവർത്തിക്കുന്നവരെ തറയ്ക്കാനായിട്ട് പണിതു വെച്ചിരിക്കുന്ന ആ കുരിശു മരത്തിലേക്ക് ചാടിക്കേറിക്കൊണ്ട് തൻ്റെ ജൈവജനത്തിന്റെ പാപത്തിന് പരിഹാര ബലിയർപ്പിച്ചുകൊണ്ട് 3 ആണികളാൽ തറയ്ക്കപ്പെട്ട് അവസാനത്തെ തുള്ളി രക്തം പോലെ ചിന്തപ്പെട്ടുകൊണ്ട് ജീവൻ പ്രദാനം ചെയ്ത് ആ ജീവിതങ്ങളെ വീണ്ടെടുത്ത തമ്പുരാന്റെ സ്നേഹമാണ് ഈ പരിശുദ്ധ കുർബാനയില്, ഈ അപ്പത്തുണ്ടിനുള്ളില് നിറഞ്ഞു നിൽക്കുന്നത്. അനീതിയെ നീതീകരിക്കുന്ന യേശുവാണ്. കരമുയർത്തി വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ആത്മാവിന്റെ നിറവിൽ വിളിക്കാമോ? അത്യുന്നതനായ ദൈവത്തെ വിളിക്കാമോ? പ്രിയനേ യേശുവേ രക്ഷകാ, ചേർന്ന് പഠിക്കേ. യേശുവേ രക്ഷകാ, നിൻ കരമേൽ വയ്ക്കാൻ ശുദ്ധി ചെയ്യുക എന്നെ. നിൻ കരമേൽ വയ്ക്കാൻ ശുദ്ധി ചെയ്യുക എന്നെ. കരങ്ങൾ നീട്ടി പിടിച്ചുകൊണ്ട് പാടാം. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ചേർന്ന് പാടിക്കേ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, അനുതാപത്തോടെ ദൈവസ്ഥാനത്തിലായിരുന്നു. നിന്റെ അമ്മ, നിന്റെ അപ്പൻ, നിന്റെ സഹോദരൻ, അല്ലെങ്കിൽ നിന്റെ സഹോദരി ആരോരില്ലാത്ത ഒരവസ്ഥയിൽ അകപ്പെട്ടിട്ടുണ്ടോ? ആരോരില്ലാത്ത അവസ്ഥ അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? നിന്റെ സാന്നിധ്യം
നിന്റെ കുടുംബത്തിന്റെ സാന്നിധ്യം, നിന്റെ സഹോദരങ്ങളുടെ സാന്നിധ്യം അവരാഗ്രഹിച്ചിട്ടുണ്ടോ? മക്കളുടെ സാന്നിധ്യം അവരാഗ്രഹിച്ച സമയത്ത് നീ അവിടെ ഇല്ലായിരുന്നോ? നീ അവരെ ശുശ്രൂഷിച്ചിട്ടുണ്ടോ? നീ അവരോട് കൂടി ആയിരുന്നോ എന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. ഈശോ ചോദിക്കുന്നുണ്ട്, സമൂഹത്തോട് ചോദിക്കുന്നുണ്ട്, നീ യഥാർത്ഥ ശുശ്രൂഷകനാണോ? നീ യഥാർത്ഥ ദൈവിക ശുശ്രൂഷകനാണോ എന്ന് ഈശോ ചോദിക്കുന്നു. മക്കളെ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ചോദിക്കുന്നു, നീ അനീതി പ്രവർത്തിച്ചിട്ടുണ്ടോ? നിന്റെ സഹോദരനോട്, നിന്റെ അമ്മയോട്, നിന്റെ സഹോദരിയോട്, നിന്റെ അപ്പനോട്, നിന്റെ പരദേശിയോട്, അനാഥനോട്, വിധവയോട്, നീ കണ്ടുമുട്ടിയവരോട്, നിനക്ക് വേണ്ടി ജോലി ചെയ്തവരോട് നീ അനീതി പ്രവർത്തിച്ചിട്ടുണ്ടോ? നിന്റെ വേലക്കാരോട് നീ അനീതി പ്രവർത്തിച്ചിട്ടുണ്ടോ? കർത്താവ് ചോദിക്കുന്നു, മക്കളെ, നീതീകരിക്കപ്പെടുന്നു. നിങ്ങൾ കേട്ട വചനത്താല് ഇപ്പോൾ നീതീകരിക്കപ്പെടുന്നു എന്ന് ഈശോ പറയുന്നു. വിശ്വാസത്തോടെ കരങ്ങളൊന്ന് നീട്ടിപ്പിടിച്ചുകൊണ്ട് വിശ്വാസത്തോടെ, ഞാൻ അനീതി പ്രവർത്തിച്ച വ്യക്തിയാണ് ഈശോയെ, വചനത്താല്, സാന്നിധ്യത്താല്, ദൈവിക ശക്തിയാല് എന്നെ നീതീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? കണ്ണുനീരോടെ വിളിച്ച് നിന്റെ അപ്പന്റെ അമ്മയുടെ സഹോദരങ്ങളെ കണ്ണുനീര് നീ കാരണമായിട്ടുണ്ടോ? അവരുടെ വസ്തുക്കൾ നീ കൈവശപ്പെടുത്തിയിട്ടുണ്ടോ? അവർക്ക് ആവശ്യമായത് നീ ചെയ്തു കൊടുക്കാതിരുന്നിട്ടുണ്ടോ എന്ന് ഈശോ ചോദിക്കുന്നു. മക്കളെ, കരമുയർത്തി വിളിച്ച് ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം വ്യാപരിക്കുന്നു. പരിശുദ്ധ കുർബാനയിൽ നിന്ന് രക്ഷ കടന്നു വരുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. ഹൃദയം, ചിന്തകൾ, ഇഷ്ടങ്ങൾ, എൻ ഹൃദയം, ചിന്തകൾ, ഇഷ്ടങ്ങൾ വെണ്മയായി തീരട്ടെ, എന്റേതാമല്ല വെണ്മയായി തീരട്ടെ, എന്റേതാമല്ല. പിടിച്ചുകൊണ്ട് ഓ കർത്താവേ, കരമുയർത്തി പിടിച്ച് അഗ്നി എന്നിൽ കത്തട്ടെ, കത്തട്ടെ. അശുദ്ധിയല്ല ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയല്ല ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചേ, അനുതാപത്തോടെ ദൈവസ്ഥനായി ഞാൻ ഒത്തിരിയേറെ അനീതി പ്രവർത്തിച്ച വ്യക്തിയാണ് കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് അനീതി പ്രവർത്തിച്ച് ഓരോ അനീതിയെ ഓർത്തോർത്ത് കണ്ണുനീരൊഴുക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഓരോ മകനിലേക്കും മകളിലേക്കും യേശു സാന്നിധ്യ ശരീരത്തില് വെളിപ്പെടുന്നു എന്ന് പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നുണ്ട്. കരഞ്ഞ് പ്രാർത്ഥിച്ച് ഈശോയെ, ഞാൻ എൻ്റെ സഹോദരിയോട് ഞാൻ അനീതി പ്രവർത്തിച്ചിട്ടുണ്ട്, എൻ്റെ സഹോദരനോട്, എൻ്റെ അപ്പനോട്, എൻ്റെ അമ്മയോട് ഞാൻ അനീതി പ്രവർത്തിച്ച വ്യക്തിയാണ് കർത്താവേ, എന്നോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചേ. അനാഥരോട്, വിധവയോട്, പരദേശിയോട് കർത്താവേ അനീതി പ്രവർത്തിച്ചിട്ടുണ്ട്. കരഞ്ഞു പ്രാർത്ഥിച്ച് ആരോരില്ലാത്തവരോട് സഹായം ചോദിച്ച് നിസ്സഹായ അവസ്ഥയില് നിന്റെ മുമ്പിൽ നിന്നവരുടെ മുമ്പില് നീ മുഖം തിരിച്ചു കളഞ്ഞില്ലേ? ചോദിക്കുക, മകനെ, സഹായിക്കാൻ അർഹതപ്പെട്ടവര് കൈനീട്ടിപ്പോ കയ്യിലുണ്ടായിരുന്നിട്ട് പോലും സഹായിക്കാതിരുന്ന ദുരവസ്ഥ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. നീ അനീതി പ്രവർത്തിച്ചിട്ടില്ലേ എന്ന് ഈശോ ചോദിക്കുക. കണ്ണുനീരൊഴുക്കിക്കുക. അമ്മയോട് ഒത്തിരി സഹായിക്കാനായിട്ട് സാധ്യത ഉണ്ടായിരുന്നിട്ടും വയ്യാതെ കടന്ന സമയങ്ങളിലും രോഗിയായി കിടന്ന സമയങ്ങളിലും ആശ്വാസത്തിന് വാക്ക് കിട്ടേണ്ട സമയങ്ങളിലും ഒരു നല്ല വാക്ക് പോലും പറയാതെ മാറി നിന്നിട്ടില്ലേ എന്ന് ഈശോ ചോദിക്കുക.
അവരുടെ ആശ്വാസത്തിനായിട്ട് നിങ്ങളെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചിട്ട് നിങ്ങൾ പോകാതിരുന്നിട്ടില്ലേ എന്ന് ഈശോ ചോദിക്കുക. സഹോദരനോട് നീ പിണങ്ങി കഴിഞ്ഞിട്ടില്ലേ, സഹോദരിയോട് നീ പിണങ്ങി കഴിഞ്ഞിട്ടില്ലേ എന്ന് ഈശോ ചോദിക്കുക. നീ അവരോട് വൈരാഗ്യോ വെറുപ്പൊക്കെ വെച്ച് പുലർത്തിയിട്ടില്ലേ എന്ന് ഈശോ ചോദിക്കുന്നു. മകനെ, മകളെ, കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ഈശോയെ, ഞാനൊരു പാപിയാണ്, ഞാൻ ബലഹീനനാണ്, കുറവുള്ളവനാണ്. കർത്താവിനോട് കരുണ കാണിക്കണമേ. സഹോദരനെ, എന്റെ ഹൃദയപൂർവ്വം ഞാൻ ആഗ്രഹിക്കുന്നു ഇസ്രായേലിന് വേണ്ടി ദൈവത്തോട് എന്റെ പ്രാർത്ഥനയും അവർ രക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹമെന്ന് റോമാലേഖനത്തിലൂടെ പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്നു. അവർക്ക് ദൈവത്തെക്കുറിച്ച് തീഷ്ണതയുണ്ടെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആ തീഷ്ണത ശരിയായ അറിവിന്റെ അടിസ്ഥാനത്തിന് അല്ല എന്ന് പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുകയും, എന്നാൽ ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞരായതുകൊണ്ട് തങ്ങളെ തന്നെ നീതി സ്ഥാപിക്കുവാൻ വ്യഗ്രത കാണിക്കുന്നു. പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുകയാണ്, ഞാൻ ചെയ്ത സത്യമാണ്, ഞാൻ ശരിയാണെന്ന് നമ്മൾ പറയുക. കാരണം വ്യക്തമായിട്ട് അറിയാം അത് തെറ്റാണെന്ന് അറിയാമെങ്കിലും നമ്മൾ സ്ഥിരീകരിക്കുക, ശരിയാണ്, ഞാൻ ചെയ്ത പ്രവൃത്തി ശരിയാണെന്ന് നീ പറയുമ്പോ ദൈവത്തിന്റെ കരുണ നിന്നിലേക്ക് കടന്നു വരാത്തത് അനീതിയുടെ പ്രവൃത്തി ചെയ്തു വെച്ചിരിക്കുന്നത് കൊണ്ടാണെന്ന് പൗലോസ്ലീഹയുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സമൂഹത്തിന്റെ കർത്താവ് വലിയ അനുഗ്രഹം തരുന്നുണ്ട്, വലിയ സമൃദ്ധി തരുന്നുണ്ട്. സാമ്പത്തിക മേൽ വലിയ ഞെരുങ്ങുന്നവരെ കർത്താവ് സുബോധത്തിലേക്ക് കടന്നു വരുന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ കടന്നു വരുന്നവരെ, കരുണയിലേക്ക് കടന്നു വരുന്നവരെ, കാരുണ്യത്തിലേക്ക് പാപമോഷിച്ച് കടന്നു വരുന്നവരോട് ഈശോ വലിയ കാരുണ്യം, ബാധ്യതകളിൽ നിന്ന് കർത്താവ് മോചനം തരുന്നുണ്ട്. കരമുയർത്തി വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? കണ്ണുനീരോടെ വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? കരങ്ങൾ, പാദങ്ങൾ, പാതകൾ, എൻ കരങ്ങൾ, പാദങ്ങൾ, പാതകൾ, വെണ്മയായി തീരട്ടെ, എന്റേതാമല്ല, വെണ്മയായി തീരട്ടെ, എന്റേതാമല്ല. കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ, കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. യേശുവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. ഓ ഈശോയേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ചേർന്ന് പാടാം. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അനുഗ്രഹമാകട്ടെ. യേശുവേ, യേശു സാന്നിധ്യമാകട്ടെ. യേശുവേ, ഉയർത്തെഴുന്നേറ്റ് യേശുവിന്റെ സാന്നിധ്യമാകട്ടെ. യേശുവേ, യേശുവേ, അനുതാപത്തോടെ പ്രാർത്ഥിച്ചു.
അനുസരണയുള്ളവരായി തീർന്നു. കർത്താവിന്റെ വചനം അനുസരിക്കുന്നവരായിട്ട് നീതിയോടെ വ്യാപരിക്കുന്നവർ, നീതി പ്രവർത്തിക്കുന്നവരായിട്ട് മാറും. അനുഗ്രഹിക്കുന്ന ഓർത്ത് നന്ദി പറയുന്ന ഈശോയെ, നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഒന്ന് രണ്ട് സാക്ഷ്യങ്ങൾ കേട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നീതീകരിക്കപ്പെടുമ്പോൾ അനുഗ്രഹം കിട്ടുകയും. റോഷൻ നിരണത്തു നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നു, ഞാൻ വീട് പണിയൊക്കെയായി ലോണിന് വേണ്ടി അപേക്ഷിച്ചു. എൻ്റെ അമ്മയുടെ പേരിലായിരുന്നു വസ്തു. സിവിൽ സ്കോർ പ്രശ്നത്തിനാൽ അമ്മയുടെ പേരിൽ ലോൺ ലഭിക്കത്തില്ലായിരുന്നു. അങ്ങനെ ആധാരം എൻ്റെ പേരിലേക്ക് മാറ്റി എഴുതുവാൻ തീരുമാനിച്ചു. എന്നാൽ 6 മാസത്തെ കാലതാമസമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ബ്രദറിനോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാൻ നേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി 2 ആഴ്ച കൊണ്ട് ആധാരം എൻ്റെ പേരിലേക്ക് മാറ്റി കിട്ടി. എനിക്ക് ജോലിയിൽ ശമ്പളം കുറവ് ആയിരുന്നു. ഞാൻ ബ്രദറിനോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും ദശാംശം സമർപ്പിക്കാമെന്ന് നേർന്നതിൻ്റെ ഫലമായിട്ട് എനിക്ക് ശമ്പളം കൂട്ടിക്കിട്ടുകയും ബോണസും ലഭിക്കുകയും ചെയ്തു. ദിവ്യകാരുണ്യ ഈശോ വഴി എനിക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് റോഷൻ നന്ദി പറയുകയാണ്. നിരണത്തു നിന്ന് വളരെ ദൂര സ്ഥലത്തു നിന്ന് കഷ്ടപ്പെട്ട് ഈ കർത്താവിൻ്റെ ആലയത്തിൽ വരുന്ന പ്രാർത്ഥിക്കുക. നാമാൻ പറഞ്ഞ പോലെ അവിടെ ഇവിടെയൊക്കെ കുളമുണ്ട്, അവിടെയൊന്നും കുളിക്കാതെ ഈ ജോർദാനിൽ വന്ന് ഈ വിശുദ്ധ മന്ദിരത്തിൽ വന്ന് ദൈവമായ കർത്താവിനെ ആരാധിച്ചപ്പോൾ റോഷന്റെ കാര്യത്തിൽ കർത്താവ് ഇടപെട്ടു എന്നാണ് സാക്ഷ്യം. എൻ്റെ പേര് ദീപ്തി. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. ഞാനൊരു അക്രൈസ്തവ സഹോദരിയാണ്. എനിക്ക് ഈശോയെ മാതാവിനോട് ഒരുപാട് വിശ്വാസമുണ്ട്. ഞാൻ 5 മാസമായി ഇവിടെ വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധനയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ആരാധനയിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കടബാധ്യത, ആ ബാധ്യതയിൽ നിന്നെല്ലാം കർത്താവ് അനുഗ്രഹിച്ചു. വാടകയ്ക്കാണ് താമസിക്കുന്നത്, 3 കുട്ടികളാണ് ഉള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ വന്ന് ബ്രദറിനെ കാണാൻ, കടബാധ്യതയിലായിരിക്കുന്ന സമയത്ത് ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് വരുന്നതെന്ന് സഹോദരി പറയുന്നത്. അങ്ങനെ ഇവിടെ വന്ന് ബ്രദറിനെ കാണുകയും അപ്പോൾ ബ്രദർ പറഞ്ഞു എല്ലാം ശരിയാകും, മുടങ്ങാതെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എല്ലാം ശരിയാകണമെങ്കിൽ മുടങ്ങാതെ വന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചകളും മുടക്കം കൂടാതെ ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഹസ്ബൻഡ് എല്ലാ ഞായറാഴ്ചകളും, വെള്ളിയാഴ്ചകളും ഞാനും എൻ്റെ ഹസ്ബൻഡ് ഞായറാഴ്ചകളിലും വന്ന് ആരാധനയിൽ പങ്കുചേർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ 2ാമത്തെ മകൻ്റെ ഇടത് കാലിൻ്റെ ഒരു മുഴ വന്നു. ഞങ്ങൾക്ക് നല്ല വിഷമമായി. ഹോസ്പിറ്റലിൽ ചങ്ങനാശ്ശേരിയിൽ കൊണ്ടുപോയി കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഇത് റിമൂവ് ചെയ്യണം, എടുത്ത് കളയണമെന്ന് പറഞ്ഞു. കുഞ്ഞിന് 11 വയസ്സായിട്ടുള്ളൂ. 12 വയസ്സ് കഴിയാതെ അനസ്തേഷ്യ കൊടുക്കാനായിട്ട് സാധിക്കത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് ഒരു വർഷത്തേന് വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. അത് വലിയ വിഷമമായി. ഇവിടെ വന്ന് ബ്രദറിനോട് പറഞ്ഞു, ബ്രദർ എങ്ങനെ ഒരു കാലിൽ മുഴയുണ്ടെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞു. തമ്പുരാനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ കേട്ടെ, കരഞ്ഞ് വിജാതീയ സഹോദരി പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവനുള്ള ദൈവത്തിന് മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ, എൻ്റെ കുഞ്ഞിൻ്റെ കാലിലെ മുഴ നീ എടുത്തു മാറ്റി നിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കാൻ പഠിച്ചു ഇവിടെ വന്നിട്ട് എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരുടെ കഴിഞ്ഞ ആഴ്ചത്തെ ആരാധന കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ കുഞ്ഞ് ഓടി വന്നിട്ട് പറഞ്ഞു, എൻ്റെ കാലിലെ മുഴ കാണുന്നില്ല, ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാനിരുന്ന മുഴ ഈശോ എടുത്തു മാറ്റി. അമ്മയുടെ കണ്ണുനീര്, നിലവിളി, യഹൂദനെന്നോ ഗ്രീക്കുകാരെന്നോ ഒന്നും അവിടുത്തെ യഹൂദനെന്നൊന്നും അവിടത്തേക്ക് വേർതിരിവിൽ. അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്കല്ല അവിടുന്ന് രക്ഷ പ്രദാനം ചെയ്യുന്നു. കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ചങ്കു തുറന്ന് ഒന്ന് വിളിച്ച്, മക്കളെ ഈശോയേന്ന് വിളിച്ച്, ഈശോയേന്ന് വിളിച്ച് അത്ഭുതകരമായ രോഗശാന്തി കൊടുത്തുകൊണ്ട്, അത്ഭുതകരമായ അടയാളങ്ങൾ കൊടുത്തുകൊണ്ട് യേശു ആലയത്തില് നിലവിളിച്ച് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ഓരോ മകളുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തുകൊണ്ട് അവിടുന്ന് ആലയം വിട്ട് ചെന്ന് സുഖപ്പെടുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ശതാധിപന്റെ വൃത്തിനെ സുഖപ്പെടുത്തിയ അതേ യേശു, യഥാർത്ഥ ക്രിസ്തു ഈ ആലയത്തിലോ ഈ പരിശുദ്ധ കുർബാനയിലോ യേശു ഉണ്ടോ? വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ആത്മാവിന്റെ ശക്തിയിൽ വിളിക്കാമോ?
കർത്താവ് നിൽക്കും ദൈവജനം വേറേത്. കയ്യെത്തും ദൂരത്തും കാരുണ്യം കാട്ടും ദൈവവും വേറേത്. ഇത്രയടുത്ത് കർത്താവ് നിൽക്കും ദൈവജനം വേറേത്. കയ്യെത്തും ദൂരത്തും കാരുണ്യം കാട്ടും ദൈവവും വേറേത്. ഞാൻ എന്റെ ആടുകളെ നേരിട്ടു മേച്ചിടും. മുറിവെറ്റു വീണതിനെ നെഞ്ചിലടിച്ചിടും. ഞാനാണ് ദൈവമെന്ന് അപ്പോൾ നീ അറിയും. ഞാൻ മാത്രം സത്യമെന്ന് അപ്പോൾ നീ അറിയും. മനമടച്ചൊരു കല്ല് മാറാതൊരു കല്ല് ഈ അഭിഷേകത്തെ തടഞ്ഞു നിർത്തുന്നല്ലോ. അന്ധതയുടെ കല്ല്, എന്റെ അജ്ഞതയുടെ കല്ല് ഈ നല്ല ദിവിന്റെ വാതിലടയ്ക്കുന്നല്ലോ. യേശുവുണ്ട്, തൊട്ടു തൊട്ടു നിൽക്കണുണ്ട്. ഇരുകൈരുമ നൽകി യേശു നിന്റെ മുൻപിലുണ്ട്. കൺതുറന്ന് കാണുക നീ, സൗഖ്യം നിൻ മുൻപിലുണ്ട്. കൺതുറന്ന് കാണുക നീ, യേശു നിൻ മുൻപിലുണ്ട്. കൺതുറന്ന് കാണുക നീ, സൗഖ്യം നിൻ മുൻപിലുണ്ട്. കൺതുറന്ന് കാണുക നീ, യേശു നിൻ മുൻപിലുണ്ട്. വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഈശോയെ സുഖപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുക. വലിയ സാന്നിധ്യം നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടുവാൻ. ഇവിടെ ഒരു സാക്ഷിയോടെ നമ്മൾ വായിക്കാൻ പരിശുദ്ധാത്മാവ് വീണ്ടും പ്രേരണ തരികയാണ്. അടുത്ത സാക്ഷി നമ്മളിപ്പോൾ കേട്ട സാക്ഷ്യമാണ്. അത് വീണ്ടും ഒരിക്കൽ കൂടി വായിക്കാനായിട്ട് പരിശുദ്ധാത്മ പ്രേരണ തരുക. ഇങ്ങനെയുള്ള രോഗാവസ്ഥയുള്ളവരുണ്ടെന്ന് ആത്മ വെളിപ്പെടുത്തുക. അവർക്ക് ഈ സമയത്ത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആരാധിക്കുന്ന സമയത്ത് വീണ്ടും കർത്താവ് ഈ ആലയത്തിൽ സൗഖ്യം തരുന്നു എന്ന് പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാണ്. എൻ്റെ പേര് റിനി ജോസ്. ഞാൻ ഭർത്താവിനൊപ്പം വിദേശത്ത്. എനിക്ക് കഴിഞ്ഞ 11 വർഷമായി PCOD, പോളിസിസ്റ്റ് ഓവറിയൻ ഡിസീസ് ഉണ്ടായിരുന്നു. മുഴയുണ്ടാവുക ഈ ഇതിനകത്ത്, യൂട്രസിനകത്തും ഓവറിക്കകത്തും എല്ലാം വലിയ പ്രശ്നം. 11 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല. എല്ലാ വർഷവും എല്ലാ വർഷവും പരിശോധന നടത്തിയിരുന്നു. എല്ലാ വർഷങ്ങളിലും വന്ന് പരിശോധന നടത്തി. 2 തവണ ആയുർവേദ ട്രീറ്റ്മെൻറ്റും ഹോമിയോയെ മറ്റ് ചികിത്സകളിലൂടെ എല്ലാം പോയി. എവിടെയെല്ലാം ചികിത്സിക്കുക അവിടെയെല്ലാം പോയി. ഈ കഴിഞ്ഞ മെയ് 2-ാം തീയതി മാന്നാനത്ത് ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. ആരാധന സമയത്ത് എനിക്ക് ശരീരം മുഴുവൻ കറണ്ട് അടിക്കുന്നത് പോലൊരു അനുഭവം ഉണ്ടായി. പിന്നീട് ഞാൻ പതിവ് പോലെ സ്കാനിങ്ങിന് പോയി. സ്കാനിങ്ങിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് PCOD യാതൊരു ഓവറിലോ ഉള്ള സിസ്റ്റം ഈ PCOD പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നെ ഈശോ ഈ ആലയത്തിൽ വെച്ച് പരിപൂർണ സൗഖ്യം നൽകി എന്നെ അനുഗ്രഹിച്ചു. ഈശോ ഈ ആലയത്തിലുണ്ട്. ഈശോ ഈ പരിശുദ്ധ കുർബാനയിലുണ്ട്. ഈശോ ഇറങ്ങി വന്ന് സുഖപ്പെടുത്തുന്നുണ്ട്. കറണ്ട് അടിക്കുന്നു. ഈശോ അടുത്ത് വന്നപ്പോൾ കറണ്ട് അടിക്കുന്ന പോലെ ഒരു അനുഭവം ഈശോ വെളിപ്പെട്ടു. ആ ശരീരത്തിൽ ഈശോ വെളിപ്പെട്ടപ്പോൾ, ഈശോ സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ ശരീരത്തിൽ രോഗത്തിന് നിൽക്കാൻ സാധിച്ചില്ല. രോഗം ശരീരത്തെ വിട്ടുപോയെന്നാണ് സാക്ഷ്യം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? സുഖപ്പെടുത്തുന്നതിനെ വിളിക്കാമോ? കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ യേശുവിനെ വിളിക്കാമോ? രോഗിയെ സുഖപ്പെടുത്തിയ യേശുവിനെ വിളിക്കാമോ? കൈ സൂക്ഷിച്ചവനെ സുഖപ്പെടുത്തവനെ വിളിക്കാമോ? അന്ധന് സൗഖ്യം കൊടുത്തവനെ വിളിക്കാമോ? ഊമന് സംസാരശേഷി കൊടുത്തവനെ വിളിക്കാമോ? മരിച്ചലാസനെ ഉയർപ്പിച്ച യേശുവിനെ വിളിക്കാമോ? മരിച്ച ബാലികയെ ഉയർപ്പിച്ച യേശുവിനെ വിളിക്കാമോ? ചേർന്ന് പാടാം. ഇത്രയടുത്ത് കർത്താവ് നിൽക്കുന്ന ഏതു ജനമാണ് വേറെയുള്ളത്? എതിരു നിൽക്കും ശത്രുവിനെയും ലോകം മുഴുവനെയും വിരൽചലനം കൊണ്ടു വീഴിക്കും കർത്താവ് ദൈവമല്ലോ. എതിരു നിൽക്കും ശത്രുവിനെയും ലോകം മുഴുവനെയും വിരൽചലനം കൊണ്ടു വീഴിക്കും കർത്താവ് ദൈവമല്ലോ. നിനക്കെതിരായൊരു യുദ്ധമുണ്ടായിടിലും വലിയ സൈന്യം തന്നെ പാളയം കെട്ടുകിലും ദൈവമുണ്ടേലെന്തു ഭയം കർത്തൻ താങ്ങുകില്ലേ? ദൈവമുണ്ടേലെന്തു ഭയം കർത്തൻ താങ്ങുകില്ലേ? ഞാൻ എന്റെ ആടുകളെ നേരിട്ടു മേച്ചിടും. മുറിവെറ്റു വീണതിനെ നെഞ്ചിലടിച്ചിടും. ഞാനാണ് ദൈവമെന്ന് അപ്പോൾ നീ അറിയും. ഞാൻ മാത്രം സത്യമെന്ന് അപ്പോൾ നീ അറിയും. മനമടച്ചൊരു കല്ല് മാറാതൊരു കല്ല്
അഭിഷേകത്തെ തടഞ്ഞു നിർത്തുന്നല്ലോ. അന്ധതയുടെ കല്ല്, എന്റെ അജ്ഞതയുടെ കല്ല്, ഈ നല്ല അറിവിന്റെ വാതിലടയ്ക്കുന്നല്ലോ. തൊട്ടരികിൽ യേശുവുണ്ട്, തൊട്ടു തൊട്ടു നിൽക്കണുണ്ട്. ഇരുകയിലും മടങ്ങി യേശു നിന്റെ മുൻപിലുണ്ട്. കണ്ടുറന്ന് കാണുക നീ സൗഖ്യത്തിൻ മുൻപിലുണ്ട്. കണ്ടുറന്ന് കാണുക നീ യേശുവിൻ മുൻപിലുണ്ട്. കണ്ടുറന്ന് കാണുക നീ സൗഖ്യത്തിൻ മുൻപിലുണ്ട്. കണ്ടുറന്ന് കാണുക നീ യേശുവിൻ മുൻപിലുണ്ട്. കണ്ടുറന്ന് കാണുക നീ സൗഖ്യത്തിൻ മുൻപിലുണ്ട്. കണ്ടുറന്ന് കാണുക നീ യേശുവിൻ മുൻപിലുണ്ട്. കണ്ടുറന്ന് കാണുക നീ സൗഖ്യത്തിൻ മുൻപിലുണ്ട്. കണ്ടുറന്ന് കാണുക നീ യേശുവിൻ മുൻപിലുണ്ട്. കണ്ടുറന്ന് കാണുക നീ സൗഖ്യത്തിൻ മുൻപിലുണ്ട്. കണ്ടുറന്ന് കാണുക നീ യേശുവിൻ മുൻപിലുണ്ട്. കണ്ടുറന്ന് കാണുക നീ സൗഖ്യത്തിൻ മുൻപിലുണ്ട്. എല്ലാവരും ചേർന്ന് വിളിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന യേശുവിനെ വിളിക്കുന്നു. മുട്ടുമേലാകാം. എല്ലാ നിയമങ്ങളും നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാം. ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഈശോയുടെ ഹൃദയത്തിലേക്ക് കൊടുക്കുക. ഈശോയുടെ മുറിവുകളിലേക്ക് കൊടുക്കുക. എല്ലാ ജീവനുള്ളതായി തീരട്ടെ. സൗഖ്യം പ്രാപിക്കപ്പെടട്ടെ. അനുഗ്രഹം പ്രാപിക്കപ്പെടട്ടെ. അഭിഷേകം നിറയപ്പെടട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് സാമ്പത്തിക മേഖലയെ സമർപ്പിച്ച ഒത്തിരിയേറെ ആളുകൾ ഇന്ന് കണ്ണുനീരോടെ പറയുന്നത് കടബാധ്യത, വലിയ രോഗങ്ങൾ, ചികിത്സിക്കാൻ പൈസയില്ല, മരുന്ന് മേടിക്കാൻ പൈസയില്ല. ഇന്നത്തെ വലിയൊരു പ്രശ്നമാണ്. മരുന്നുകൾക്കൊക്കെ നല്ല വില. മരുന്ന് മേടിക്കാനായിട്ട് പ്രിയപ്പെട്ടൊരു ഇൻസുലിൻ എടുക്കാനായിട്ട് പൈസ ഇല്ലാതെ ഇൻസുലിൻ എടുക്കാതെ ഇരിക്കുന്നവരുണ്ടോ? കണ്ണുനീരോടെ ചോദിക്കുന്ന പ്രാർത്ഥിക്കാൻ പറയുന്ന കാര്യമോ? ചെയ്തു കൊടുക്കാനായിട്ട് ആളില്ല, ചെയ്യാനായിട്ട് മനസ്സുള്ളവരില്ല. ഒരു മനസ്സുണ്ടാകാൻ അതാ പറഞ്ഞ അനീതി പ്രവർത്തിക്കരുതെന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നതാ. നീതിയോടെ വ്യാപരിക്കുവാൻ അനീതി പ്രവർത്തിക്കരുതെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. യഹൂദനെന്നും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല. ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. വിളിച്ചപേക്ഷിക്കുമ്പോൾ അതാ ബ്രദർ പറയുന്നത്, വിളിക്ക് ഈശോയേന്ന് വിളിക്ക്. ചങ്കു തുറന്ന് വിളിക്കാൻ പറയുന്ന ഈശോയേന്ന് വിളിക്കുന്നവരുടെ മേൽ അവിടുന്ന് സമ്പത്ത് വർഷിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്, തകർച്ചയിൽ നിന്ന്, ലോകങ്ങളിൽ നിന്ന്, ഇല്ലായ്മകളിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന്, പട്ടിണിയിൽ നിന്ന് എല്ലാം കർത്താവ്, അസമാധാനത്തിൽ നിന്ന് കർത്താവ് നിങ്ങളെ സമാധാനത്തിലേക്ക്, ഐശ്വര്യത്തിലേക്ക് ദൈവം നടത്തുമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഒന്ന് വിളിച്ച് ചങ്കു തുറന്ന് ഈശോയെന്നൊന്ന് വിളിച്ച്, ഈശോയെന്ന് വിളിച്ചേ, കരങ്ങൾ ഉയർത്തി വിളിച്ച്, സ്വരമുയർത്തി വിളിച്ച് ഈശോയെന്ന് വിളിക്കുന്നു, യേശുവേന്ന് വിളിക്കുന്നു. ദാവീദിന്റെ പുത്ര എന്ന് വിളിച്ചുകൊണ്ട് ദാവീദിന്റെ പുത്ര യേശുവേന്ന് വിളിച്ചപ്പോ അന്ധനായ യാചകന് സൗഖ്യം കിട്ടിയെങ്കിൽ ഇതാ നമുക്ക് സൗഖ്യം, ഇതാ പരിശുദ്ധ കുർബാനയിൽ നിന്ന് സൗഖ്യം വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ നിയമങ്ങളെ സമർപ്പിക്കാം. ഇന്ന് ആരാധന ഏറ്റെടുത്ത് നടത്തുന്നവര്, ദിവികാരണനാഥന്റെ സന്നദ്ധി പൂക്കൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്നവര്,
ആ നിയോഗങ്ങളെല്ലാം കർത്താവിൻ്റെ തിരുസന്നത്തിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട്, ശുശ്രൂഷകരെല്ലാം സമർപ്പിച്ചുകൊണ്ട്, ആലയത്തിലായിരിക്കുന്നവർ, പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നവർ, സകല മക്കളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, ഈശോയുടെ എല്ലാ മക്കളെയും ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച്, കർത്താവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച്, സ്വന്തമായിട്ട് വിളിച്ച് ഈശോയെ എന്ന് വിളിക്കുന്നവര് ഈശോയെ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിക്കാൻ തോന്നുന്നവര് യേശുവേ എന്ന് വിളിച്ച്, കർത്താവേ എന്ന് വിളിക്കാൻ തോന്നുന്നവര് കർത്താവേ എന്ന് വിളിച്ച്, ഇഷ്ടമുള്ളതുപോലെ വിളിച്ച്, ഈശോയെ എന്ന് മനസ്സിൽ തോന്നുന്ന പോലെ വിളിച്ച് പ്രാർത്ഥിച്ച്, എല്ലാവരും വിളിക്കുന്നു. ദൈവനാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ദൈവനാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു, യേശുവേ എന്ന് വിളിക്കുന്നു, കണ്ണുനീരോടെ വിളിക്കുന്നു. യേശുനാമത്തില് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും മാനസാന്തരങ്ങളും ഇവിടെ സംഭവിക്കട്ടെ എന്ന് യേശുനാമത്തില് ദൈവജനം ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിലേക്ക്, ദേശങ്ങളിലേക്ക്, കൃഷിയിടങ്ങളിലേക്ക്, ബിസിനസ് മേഖലയിലേക്ക്, ജോലിയിടങ്ങളിലേക്ക് കർത്താവിന്റെ ശക്തി വ്യാപരിക്കപ്പെടുന്നു. അവിടെയുള്ള അശുദ്ധിയും നീങ്ങിപ്പോകുന്ന ശുശ്രൂഷയുടെ മേല് വ്യാപരിക്കുന്ന സകല അന്ധകാര ശക്തിയുടെ മേല്, അന്തരീക്ഷ ശക്തിയുടെ മേല് ദൈവത്തിന്റെ അത്ഭുത ശക്തി ഇതാ വ്യാപരിക്കുന്നു. കരമുയർത്തി വിളിക്കുന്നു. അനേക മക്കള് ഈ ആലയത്തിൽ വന്ന് സൗഖ്യം പ്രാപിക്കുവാൻ തടസ്സം നിൽക്കുന്ന അന്ധകാര ശക്തിയുടെ മേല്, അശുദ്ധാത്മാക്കളുടെ മേല്, പൈശാചിക ശക്തിയുടെ മേല്, അവരുടെ വ്യൂഹങ്ങളുടെ മേല്, അന്തരീക്ഷ ശക്തിയുടെ മേല്, അവരുടെ വ്യൂഹങ്ങളുടെ മേല് കർത്താവിന്റെ ശക്തി, യേശുവിന്റെ ശക്തി വെളിപ്പെടുന്നു. കരമുയർത്തി യേശു നാമത്തില് എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമൂഹം ഒന്നു ചേർന്ന് രക്ഷകനെ വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു, അഭിഷേകത്തോടെ വിളിക്കുന്നു, ആത്മാവിന്റെ നിറവിൽ വിളിക്കുന്നു, അത്യുന്നതനായ ദൈവത്തെ വിളിക്കുന്നു, അബ്രാഹത്തിന്റെ ദൈവത്തെ വിളിക്കുന്നു, ഇസ്ഹാക്കിന്റെ ദൈവത്തെ വിളിക്കുന്നു, യാക്കോബിന്റെ ദൈവത്തെ വിളിക്കുന്നു, ഇസ്രായേലിന്റെ പരിശുദ്ധനെ വിളിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പ്രിയപ്പെട്ടവരെ, പെന്തക്കോസ്താ തിരുനാളിൻ്റെ പ്രാർത്ഥന നടക്കുന്നത് ജൂൺ മാസം 8-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 4:30 കുർബാനയോടുകൂടി ആരംഭിച്ച് 8 മണിയോടുകൂടി അവസാനിക്കും. ആ ശുശ്രൂഷയിൽ പങ്കുചേരുവാനായിട്ട്, നിങ്ങൾ കുടുംബസമേതം കടന്നു വരാനായിട്ട് നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ജപമാലയിൽ 13 ജപമാല ചൊല്ലി ഒരു കുടുംബങ്ങൾ പ്രാർത്ഥിക്കുവാനാണ് പരിശുദ്ധാത്മാവിൻ്റെ സന്ദേശം. അതുപോലെ തടസ്സങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ മിഖാലിൻ്റെ പ്രാർത്ഥന 7 മിഖാലിൻ്റെ പ്രാർത്ഥന 7 എണ്ണം ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രയർ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ദിവസങ്ങളിലെ ശുശ്രൂഷയിൽ നിങ്ങൾ വരാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുക. നിങ്ങളെ യാത്രകളെ എല്ലാം നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാം. കടന്നു പോകുന്ന വഴികളിലെല്ലാം സംരക്ഷിക്കപ്പെടുവാനായിട്ട്, കർത്താവിന് തിരിച്ചോടുകൊണ്ട് മുദ്ര ചെയ്യപ്പെടുവാൻ വേണ്ടിയിട്ട്, വാഹനങ്ങൾ കടന്നു പോകുന്ന അല്ലെങ്കിൽ ഭവനങ്ങൾ, ഒരാഴ്ച രോഗപീഠകളൊന്നും കടന്നു വരാതെ പരിപൂർണമായിട്ട് യേശുവിൻ്റെ രക്തത്താൽ മുദ്ര ചെയ്യപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ യേശു നാമത്തിൽ മുദ്ര ചെയ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? സംരക്ഷണത്തിനായിട്ട് വിളിക്കാമോ? യേശുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാമോ? നമുക്ക് എഴുന്നേറ്റ് നിന്ന് കരമടിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തും. നന്ദിയോടെ കരമടിച്ച് പാടാം. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനൊന്നും വഴി നടക്കും. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും? കർത്താവിന്റെ കരം പിടിച്ച് ഞാനൊന്നും വഴി നടക്കും, ഞാനൊന്നും വഴി നടക്കും.